ഹാലലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പാസ്റ്റർ റോയ് മാത്യുവുമായുള്ള അഭിമുഖ സംഭാഷണം തുടരുകയാണ്. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതൊരു സ്പിരിച്വൽ വാർഫെയറിൻ്റെ ഭാഗമാണെന്നാണ് പാസ്റ്റർ റോയ് മാത്യു നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിർണായകമായ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു. ആ സംഭവങ്ങൾക്ക് അവിടം കൊണ്ടൊരു പരിസമാപ്തി ഉണ്ടാകുന്നില്ല. ആ സംഭവങ്ങൾ കാലഘട്ടങ്ങളിലൂടെ തുടർച്ചയായി ഇസ്രായേലിനെ പിന്തുടരുകയാണ്. ഇസ്രായേൽ ഒരു വംശമായിരിക്കാതെ വണ്ണം അവരെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കി കളയുവാനുള്ള ഒരു പദ്ധതി അത് പല കാലഘട്ടങ്ങളിൽ ലോകത്തിൽ അരങ്ങേറുന്നുണ്ട്. അപ്രകാരമുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇറാൻ ഇസ്രായേലിനെതിരെ നിലപാടെടുത്തിരിക്കുന്നത്. അതാണ് കർത്താവിൻ്റെ ദാസൻ റോയ് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നതും പറഞ്ഞു തുടങ്ങിയതും. അതിൻ്റെ തുടർച്ച അത് എസ്തേറിൻ്റെ പുസ്തകം മുതൽ ഇന്നു വരെ അതെങ്ങനെ ചരിത്രത്തിൽ ഇടപെട്ടിരിക്കുന്നു, എങ്ങനെ നമുക്കത് കണ്ടെത്തുവാൻ സാധിക്കും, വേദപുസ്തകത്തിൻ്റെ തെളിവുകളിലൂടെ, ഇസ്രായേലിൻ്റെ പാരമ്പര്യങ്ങളിലൂടെ, അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ എപ്രകാരം അത് ഇഴചേർന്ന് വന്നിരിക്കുന്നു. ആ പകയുടെ, വിദ്വേഷത്തിൻ്റെ, ഒരു വംശഹത്യയുടെ ആ ചരിത്രം, അതിനുവേണ്ടിയുള്ള ശക്തമായ പദ്ധതികൾ ലോകത്ത് നടപ്പാക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെ ചരിത്രം, അത് കൃത്യമായി അദ്ദേഹം പറയുന്നു. ഇതൊരു സ്പിരിച്വൽ വാർഫെയർ ആണ്. ഒരു വംശത്തെ ഇല്ലാതാക്കുവാൻ, ദൈവത്തിൻ്റെ ജനത്തെ ഇല്ലാതാക്കുവാൻ, ദൈവം തിരഞ്ഞെടുത്ത ഒരു ജനതയെ ഇല്ലാതാക്കുവാനുള്ള ശത്രുവിൻ്റെ വലിയ പദ്ധതി. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ ആക്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്കയുടെ സഹായത്തോടുകൂടെ ഇറാനെ ആക്രമിക്കുമ്പോൾ, അത് കേവലം ഒരു യുദ്ധം മാത്രമല്ല, അതൊരു സ്പിരിച്വൽ വാർഫെയർ ആണെന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ആ സംഭാഷണം തുടർച്ചയായിട്ട് കേൾക്കുക. നമ്മൾ ഈ സ്പിരിച്വൽ വാർഫെയറിലോട്ട് വരണമെങ്കിൽ ഈ റൂട്ട് അറിയണം. പക്ഷേ 1-ാം മാസം ജെന്നിസൈഡിന് വേണ്ടിയാണ് തീരുമാനിച്ച് അവൻ നിയമം എഴുതി ഇവിടെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുക. പല പ്രാവശ്യം ഇസ്രയേൽ പോയി ഓപ്പറേഷൻ ചെയ്ത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഓർക്കിഡ് എന്നോ അങ്ങനെയൊക്കെ ഒത്തിരി ഓപ്പറേഷൻ ചെയ്ത് 1980 തൊട്ട് ഇവന്റെ ന്യൂക്ലിയർ സ്റ്റേഷൻ അടിക്കുന്നുണ്ട്. പല രീതിയിൽ അടിക്കുന്നുണ്ട്. ഞാൻ ഇസ്രയേലിന്റെ വാറുകളെല്ലാം ഇങ്ങനെ അടുക്കായിട്ട് കാണാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര പിള്ളേരുടെ ഭാഷ ഞാൻ ത്രില്ല ഇവരുടെ കാരണം ദൈവം തെരഞ്ഞെടുത്തവനെ ഒരാൾക്കും തകർക്കാൻ പറ്റത്തില്ല, എനിമിക്ക് തകർക്കാൻ പറ്റത്തില്ല. അല്ല, ഇത് മാത്രമല്ല, ഈ അവർ 40 വർഷത്തെ ഒരു കാലഘട്ടം ഗണിച്ച് ഈ ക്ലോക്ക് സെറ്റ് ചെയ്ത് യഹൂദനെ ഇല്ലാതാക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ യഹൂദന്റെ ചരിത്രം ഭയങ്കരമാണ്. ഞാൻ യഹൂദനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വേർഡ് നമ്മുടെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം എത്രയുണ്ടെന്നുള്ളത്. ആദ്യം നമ്മൾ അതിനെ അറിയണമെങ്കിൽ ഇന്ത്യയുടെ വലിപ്പം അറിയണം. കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ വരെ പോകണമെങ്കിൽ 55 മിനിറ്റ് എടുക്കും ഫ്ലൈറ്റിൽ. 55 മിനിറ്റ്. ഡൽഹി വരെ പോകണമെങ്കിൽ മിനിമം 3 മണിക്കൂർ എടുക്കും. മിനിമം 3 മണിക്കൂർ കേരളത്തിൽ നിന്ന് ഡൽഹി വരെ പോകണമെങ്കിൽ. ജമ്മു കാശ്മീർ വരെ പോകണമെങ്കിൽ മിനിമം 5 മണിക്കൂർ എടുക്കും. 5 മണിക്കൂറാണ്. ഗുജറാത്തിൽ നിന്ന് അരുണാചൽ പ്രദേശ് വരെ പോകണമെങ്കിൽ 4 മണിക്കൂർ എടുക്കും. മണിക്കൂർ. അത്ര വലുതാണ് നമ്മുടെ രാജ്യം. ഒരു പ്ലെയിൻ പോകണം, ഫ്ലൈ ചെയ്യുന്നതിന്റെ കണക്കാ പറയുന്നത്. പക്ഷെ ഇസ്രയേലിന്റെ രാജ്യം അല്പം നീളമേ ഉള്ളൂ, എന്നാലും പേനായം കൊണ്ട് തൊടാനുള്ളതേ ഉള്ളൂ. ഇസ്രയേലിന്റെ രാജ്യത്തിന് മേളിൽ ലെബാനോൻ അതിന്റെ ബൗണ്ടറി, താഴെ നെഗവ് ഡെസേർട്ടാ, ഇങ്ങേപ്പുറത്ത് മെഡിറ്ററേനിയൻ സീയും ഇപ്പുറത്ത് ജോർഡാൻ റിവറോ. ഇതിന് ഇച്ചിരി നീളം ഉണ്ടെങ്കിലും വീതി കുറവാണ്. പക്ഷെ ഈ രാജ്യത്തിന്റെ മുകളിൽ കൂടെ, ടെല്ലവീവിന്റെ മുകളിൽ കൂടെ ഒരു പ്ലെയിൻ പറന്നു പോകണമെങ്കിൽ വെറും 3 മിനിറ്റ് മതി. 44 മൈലേ ഉള്ളൂ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തെത്താൻ. വീതി നീളമല്ല. ടെല്ലവീവിന്റെ മുകളിൽ കൂടെ ഒരു പ്ലെയിൻ ജോർഡാൻ റിവറിന്റെ ബൗണ്ടറി തൊട്ട് മെഡിറ്ററേനിയൻ സീ കൂടെ എസ്കേപ്പ് ആകാൻ 3 മിനിറ്റ് മതി. ഒരു ഫൈറ്റർ പ്ലെയിൻ പോകാൻ 1.5 മിനിറ്റ് മതി. ഇതെല്ലാം ഈ ഡീറ്റെയിൽ എല്ലാം മിലിറ്ററി അല്ലെങ്കിൽ ഡിഫൻസിന്റെ മിലിറ്ററി ഹിസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയ്ക്ക് അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. 3 മിനിറ്റ് മതി. പക്ഷെ 1.5 മിനിറ്റ് മതി. ഒരു വലിയ ക്വസ്റ്റ്യൻ, എന്തും കൊണ്ട് 1.5 മിനിറ്റും കൊണ്ട് ശത്രു രാജ്യങ്ങൾ 5 എണ്ണം ഇവരുടെ ചുറ്റും കിടക്കുന്നത്. അവരുടെ വലിപ്പം ഇസ്രയേലിനെക്കാട്ടിലും 650 ഇരട്ടി വലിപ്പം. ഈ 5 രാജ്യങ്ങളുടെ വലിപ്പം ഇസ്രയേലിനെക്കാട്ടിലും 650 ഇരട്ടി വലിപ്പം. എന്തും കൊണ്ട് വേൾഡ് ടെററിസത്തിന്റെ കേന്ദ്രങ്ങൾ പലതും ഇവിടെ. എന്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല? ലെബനോനിൽ ഹിസ്ബുള്ള,
ഹൂത്തി, ഹൂത്തികള്, ഹമാസ് എല്ലാം PLO എല്ലാം ഉണ്ട്. ഇവരുടെ അകത്തും കിടപ്പുണ്ട്, അകത്തുമുണ്ട്. എന്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല? നമ്മൾ ടെക്നോളജി പറയും, അയൺ ഡൂമും അയൺ ബീമും ഡേവിഡ് സ്ലിംഗ്, ഇങ്ങനെയൊക്കെ ട്രോഫി, ഇങ്ങനെ ഒത്തിരി വെപ്പണിന്റെ പേര് പറയും. പക്ഷെ ഇതൊന്നുമല്ല യഥാർത്ഥ കാരണം. യഥാർത്ഥ കാരണം ബൈബിള് പറയുന്നു, ദൈവം നട്ടവനെ പിടാൻ പറ്റത്തില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. യഹോവ നിന്റെ പരിപാലകനാണ്. പോട്ടെ പാസ്റ്ററെ, ഇസ്രായേൽ ഭയങ്കര അത്ഭുതമാണ്. പക്ഷേ ഇന്ന് ഒറ്റയടിക്ക് ജെന്നിസൈഡ് നടത്താൻ നോക്കുക. ഈ ജെന്നിസൈഡിന്റെ വിഷയം തുടങ്ങുന്നത് 103 സങ്കീർത്തനത്തിൽ കിടപ്പുണ്ട്. വരുവീൻ നാം ഇസ്രായേൽ ഒരു ജാതി ആകാതെ ഒന്നിച്ച് നാം കൂടുക, അവരെ മുടിച്ചു കളയാം. ഇത് അവന്റെ എനിമി ആരാ? ഇതിന്റെ എല്ലാം റൂട്ട് ഞാൻ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം തൊട്ടാ പാസ്റ്റർ. മനസ്സിലായി. ഉൽപ്പത്തി പുസ്തകം തൊട്ട് ദൈവത്തിന്റെ ശത്രുവായവൻ ഇസ്രായേലിനെതിരും ഇന്ന് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പരിശുദ്ധ ദൈവസഭയ്ക്കുമെതിരെ അവൻ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരിക്കലും അവനോട് രമ്യതപ്പെടാൻ പറ്റത്തില്ല. സ്പിരിച്വൽ വാർഫെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ നാന്ദിയും സിംബോളിക്കും ദൈവം കാണിച്ചു തരാം. സഭയ്ക്ക് ഇന്ന് കാണിച്ചു തരും. പക്ഷേ ഇതിന് കൊന്നുകളയാൻ വേണ്ടി തീരുമാനിച്ചു. ചീട്ടിട്ടു. എന്ന് ചീട്ടിട്ടു? 1-ാം മാസം 13-ാം തീയതി. എന്ന് കൊന്നുകളയണമെന്ന് 12-ാം മാസം 13-ാം തീയതി. പക്ഷെ 1-ാം മാസം 13 എന്ന് പറയുന്നത് അടുത്ത ദിവസം ഫീസ്റ്റാണ്. 1-ാം മാസം 14-ാം തീയതി പെസക നടക്കേണ്ടി. 14-ാം തീയതി സന്ധ്യാസമയത്ത്, 10-ാം തീയതി ആടിനെ കയറ്റി വീട്ടിൽ കെട്ടണം, ശുദ്ധീകരണം നടക്കണം, എല്ലാം ഉണ്ട്. പക്ഷെ 13-ാം തീയതി അടുത്ത ദിവസം പെസകയാ. ഈദ് കൊണ്ടുവന്ന്, നിയമം കൊണ്ടുവന്ന് ശൂഷൻ രാജധാനിയിൽ ഒട്ടിച്ചു. ബാക്കിയുള്ള 127 സംസ്ഥാനങ്ങളിലും അയക്കാൻ തുടങ്ങും. കാരണം കുതിരപ്പുറത്തും ഒട്ടകങ്ങളുടെ പുറത്തും തുരകങ്ങളുടെ പുറത്തും ഒക്കെ അയക്കുക. അന്നത്തെ സിസ്റ്റം പ്രകാരം അയക്കുക. പക്ഷേ ഇത് മൊർദെഖായി കണ്ടു. മൊർദെഖായി കണ്ടിട്ട് മൊർദെഖായി വസ്ത്രം വലിച്ചു കീറി, രട്ടുടുത്ത്, വെണ്ണീർ വാരിയിട്ട് കൊട്ടാരത്തിന്റെ പടിവാതിക്കലോളം ചെന്നു. അകത്ത് കയറാൻ പറ്റത്തില്ല, രട്ടുടുത്തോണ്ട് കരഞ്ഞോണ്ട് ചെന്നു. ഇത് തന്റെ നിലവിളിയെല്ലാം ആ ശൂഷൻ രാജധാനിയിലൊക്കെ പലരും കരയാൻ തുടങ്ങി. യഹൂദനെ കൊന്നുമുടിച്ചു കളയാൻ. ഈ വിഷയം ഇവിടം തൊട്ടല്ല തുടങ്ങുന്നത്, യഹൂദനെ കൊന്നുമുടിച്ചു കളയാനുള്ളത്. പക്ഷേ ഇവന്റെ അകത്ത് എനിമിറ്റി വരാനുള്ളതിന്റെ കാരണം യഹൂദ പെങ്കൊച്ചായ എസ്തേറിനും മൊർദെഖായിക്കും യഹൂദന്മാർക്കും വ്യക്തമായിട്ട് അറിയണം. അതുകൊണ്ടാണ് മൊർദെഖായി ചില വേർഡ് പറയുന്നത്. എസ്തേർ അറിഞ്ഞു, 13-ാം തീയതി തന്നെ എസ്തേർ അറിഞ്ഞു. ഒരു ഷണ്ണനെ വിട്ടു, വസ്ത്രം കൊടുത്തു വിട്ടു. മൊർദെഖായി റിജക്ട് ചെയ്തു. 2-ാം തീയതി റിജക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും ആളിനെ വിട്ടപ്പോൾ ഈ ഒരു പകർപ്പ് കൊടുത്തിട്ട് മൊർദെഖായി പറയുക, എസ്തേറിനോട് പോയി പറഞ്ഞുതരും, നീ ഇപ്പം ഇങ്ങനെ നിയമം എഴുതിയിട്ടുണ്ട്, നീ ഇപ്പം സകല യഹൂദന്മാരെക്കാട്ടിലും കൂടുതലായിട്ട് നീ രാജധാനിയിൽ ഇരിക്കുന്നത് കൊണ്ട് നീ രക്ഷപ്പെട്ട് കൊള്ളാമെന്ന് നീ കരുതണ്ട. യഹൂദൻ എവിടുന്നെങ്കിലും രക്ഷവരും, പക്ഷെ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെ ഒരു കാലത്തേക്കിന് വേണ്ടിയിട്ടല്ലയോ, ആ ബോർഡൊക്കെ ഭയങ്കര ഡെപ്ത് അവസ്ഥ. ഇങ്ങനെ ഒരു കാലത്തേക്കിന് വേണ്ടിയിട്ടല്ലയോ ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്തെന്ന് അധികാരത്തിൽ ഇരുത്തിയെന്ന് ആർക്കറിയാം? നീ ഈ സമയത്ത് മിണ്ടാതിരിക്കൽ. പക്ഷെ പറയുന്ന വേർഡ്, നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകുന്നു. അപ്പൊ ഈ പുള്ളി ഏത് പിതൃഭവനത്തിലുള്ളതാ? അതേ അങ്കിളാ. അപ്പൊ നമ്മളെല്ലാം നശിച്ചു പോകുന്നല്ലേ പറയേണ്ടത്. നീയും നിന്റെ പിതൃഭവനം നശിച്ചു. അതിന്റെ പിമ്പിൽ ഒരു വലിയ റൂട്ട് കിടപ്പുണ്ട്, ഒരു ഡീപ്പ് റൂട്ട് കിടപ്പുണ്ട്. ഇപ്പം നീ മിണ്ടാതിരിക്കല്ലേ എന്ന് വെച്ചാൽ നമ്മുടെ വല്യപ്പന് കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു. ആ വല്യപ്പൻ അത് മിസ്യൂസ് ചെയ്തത് കൊണ്ട് ആ വല്യപ്പന്റെ കുലം പട്ടുപോയി. അതേത് വല്യപ്പനാ നോക്കണം, അത് ഇവർക്ക് അറിയാം. ഇവൻ ആ ജീനിയോളജി വരുന്നതാണ്. പക്ഷെ ഏത് ജീനിയോളജി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ മൊർദെഖായിയുടെ ജീനിയോളജി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ബെന്യാമീൻ ഗോത്രക്കാരനായ കീഷിന്റെ മകനായ ഷിമയിയുടെ മകനായ യായീരിന്റെ മകനായ മൊർദെഖായി. ഷിമയെ തട്ടാനായിട്ട് പണ്ട് സാധ്യത ഉണ്ടായതാ അല്ല, കീഷിന്റെ. ഈ ഷിമയ ദാവീദിനെ ശപിക്കുന്നത്. പക്ഷെ ബെന്യാമീൻ ഗോത്രക്കാരനായ കീഷിന്റെ മകനായ ഷിമയുടെ മകനായ യായീരിന്റെ മകനായ മൊർദെഖായി. കീഷിന്റെ തലമുറയിൽ വരുന്ന ഇവരെല്ലാം മനസ്സിലായി. മൊർദെഖായും എസ്തേറും. എന്തുവാണ് ഇത് പറയുന്ന വേർഡിന്റെ അർത്ഥം? ഇത് അറിയണമെങ്കിൽ 950 വർഷം പുറകെ പോകണം. 950 വർഷം. ഇപ്പോൾ ഉള്ളത് BC 486 അല്ലെങ്കിൽ ആ 65 വരെയുള്ള കാലഘട്ടങ്ങളുടെ ഇടയ്ക്കാണ്. എസ്തേർ ക്യൂനാകുന്നതിൻ്റെ ഒക്കെ കാലഘട്ടങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഈ കാലഘട്ടത്തിന് 950 വർഷം പോയി. 950 വർഷം എന്ന് പറയുമ്പോൾ 1446 BC. ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിയിൽ ഒരു മാസം എത്തിയപ്പോൾ ഇസ്രായേൽ മക്കൾ ഒരു സ്റ്റേഷനിലെത്തി. ആ സ്റ്റേഷന്റെ പേര് രഫദീമിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് കുടിക്കാൻ വെള്ളമില്ല. അത് സീനായി പർവ്വതത്തിന്റെ ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ്. കുടിക്കാൻ വെള്ളമില്ല. അവിടെ വെച്ച ദൈവം പറയുന്നത്, ഹോരേബിൽ ഞാൻ നിൽക്കാം, വെള്ളം തരാം, പാറയോട് കൽപ്പിക്കുക, പാറയിൽ നിന്ന് വെള്ളം കിട്ടും.
അവിടെ വെച്ച് എക്സഡസ് 17 കിടപ്പുണ്ട് ഈ ചരിത്രം. അവിടെ ഇരിക്കുന്ന സമയത്താ ഇസ്രായേൽ മക്കൾക്ക് ഒരു യുദ്ധം വരുന്നത്. ആ യുദ്ധം അമാലേക്ക് എന്ന് പറഞ്ഞൊരു ജാതിയോട്. അതെ അതെ. പക്ഷേ അമാലേക്ക് എന്ന് പറഞ്ഞ ജാതി എവിടും തുടങ്ങുന്ന? ഏശാവ് തിമ്നയിൽ നിന്ന് ജനിക്കുന്നതാ. ഏശാവും തിമ്ന പരിച്ഛേദനയുള്ള ജാതിയാ. ഏശാവ് അബ്രഹാമിന്റെ സന്തതിയാ. പരിച്ഛേദനയുള്ളത്. ഇപ്പോഴത്തെ നോക്കിക്കൂ, പരിച്ഛേദനയുള്ളത്. ഇമാര് തമ്മിൽ അടി. പരിച്ഛേദനയുള്ളത്. പരിച്ഛേദന ഈ അമാലേക്ക് ഇവരിന്ന് വരുന്ന. പക്ഷെ അമാലേക്കിന്റെ ചരിത്രം കണ്ടാൽ അറിയാം, പൈശാചിക ശക്തികൾക്ക് വേണ്ടി നമ്മുടെ നോഹയുടെ കാലത്ത് മനുഷ്യന്റെ പുത്രിമാർ, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ബോധിച്ചവരെ ഭാര്യമാർ എടുത്തുപോലെ അങ്ങനെ വിറ്റുകളഞ്ഞ ജാതിയാ അമാലേക്ക്. ഈ അമാലേക്ക് ജാതി പൈശാചിക ശക്തികൾക്ക് വേണ്ടി വിറ്റുകളഞ്ഞതാണ്. അങ്ങനത്തെ ജാതി ഇവർ പിന്നീട് വരുമ്പോഴത്തേക്കിന് ഈ ജാതി ഇറങ്ങി വന്ന് യുദ്ധത്തിന് വന്നു. മോശയോട് ദൈവം പറഞ്ഞു, നീ പർവ്വതങ്ങളിൽ കയറി കരങ്ങൾ ഉയർത്തി നിൽക്ക്, അഹരോനും ഹൂരും സപ്പോർട്ട് ചെയ്യാൻ കയറട്ടെ, യോശുവ താഴ്വരെ യുദ്ധം ചെയ്യട്ടെ. അവിടെ യോശുവ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ അതിനുശേഷം പുറപ്പാട് പുസ്തകം 17:13 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ ദൈവം പറയും, യുദ്ധത്തിൽ ജയിച്ചു. യോശുവ വാളിന്റെ വായ്ത്തലയാൽ അമാലേക്കിനെ വെട്ടിക്കളഞ്ഞെങ്കിൽ പോലും ദൈവം പറയുക, ആ വോർഡ് ഭയങ്കര ഡെപ്ത. നീ ഒരു ഓർമ്മ പുസ്തകം എടുക്കണം, മോശയോട് പറയാം, എന്നിട്ട് നീ ഞാൻ പറയുന്ന എഴുതണം, എന്നിട്ട് അടുത്ത തലമുറയെ വായിച്ച് കേൾപ്പിക്കണം. ദൈവം അങ്ങനെ ഒരു കാര്യം പറഞ്ഞ ഭയങ്കര അഡ്രസ്സ് കൊടുക്കണം. പറഞ്ഞ എന്തോന്നറിയാം, ഞാൻ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് അശേഷം മായിച്ചു കളയും, തുടച്ചു കളയും. അവിടെയാണ് മോശ അടുത്ത കൊടി ഉയർത്തി, യഹോവ നിസി എന്ന് പറഞ്ഞ കൊടി ഉയർത്തി. അതിനെ താഴെ എഴുതി വെക്കുക, യഹോവയുടെ സിംഹാസനത്താണേ, യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയെ യുദ്ധമുണ്ട്. ദൈവം പറഞ്ഞ ഓടിങ്ങനെ, നീ അമാലേക്കിനെ സൂക്ഷിച്ചു. പക്ഷെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി കനാൻ ദേശത്ത് എത്തണമെങ്കിൽ ജയിക്കേണ്ടിയിരുന്നത് 33 രാക്ഷസ ജാതികളെയാണ്. അതിൽ ടോപ്പാണ് അമാലേക്ക്. 33 ജാതികളെയാണ് ജയിക്കേണ്ടത്. പക്ഷെ അതിൽ ടോപ്പ് അമാലേക്ക്. അപ്പൊ ഇതാരാ ഈ അമാലേക്കും ജൈൻസ് എന്ന് പറയണം. പക്ഷെ ജൈൻസിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റവും ചെറിയൊരു ജൈന്റ് ആയിരുന്നു ഗോലിയാത്ത്. അദ്ദേഹത്തിന്റെ ഹൈറ്റ് 9.9 ഫീറ്റ് ആയിരുന്നു. അത്രേ ഉള്ളൂ, 9.9 ഫീറ്റ്. നമുക്കൊക്കെ 6 അടിയൊക്കെ ഉള്ളൂ, 9.9 ഫീറ്റ്. പക്ഷേ ഒരു ജൈന്റിന്റെ നെഞ്ചിന്റെ വീതി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നെഞ്ചിന്റെ വീതി രബ്ബയിൽ അവനെ അടക്കിയ മഞ്ചത്തിന്റെ നെഞ്ചളവ്, ഞാൻ ഇന്നത്തെ കണക്കിൽ പറയാം, ബൈബിളിലെ കണക്ക് മുഴം ഫീറ്റിലോട്ട് പറയാം, 6 ഫീറ്റ് ആയിരുന്നു ആ മഞ്ചത്തിന്റെ നെഞ്ചളവ്. പക്ഷേ 6 ഫീറ്റ് ഒരാളുടെ നെഞ്ചളവ് 6 ഫീറ്റ് ആയിരുന്നു. മഞ്ചത്തിന്റെ നെഞ്ചളവ് എന്നാ പറഞ്ഞേക്കുന്നത്. 6 മുഴമായിരുന്നു. അത്ര അധികായകന്മാരായിരുന്നു. അതും കൊണ്ടാണ് ഇസ്രായേൽ മക്കൾ പറയുന്നത്, ഞങ്ങള് എസ്കോൽ താഴ്വരയിൽ ഞങ്ങൾ പോയി കനാൻ ദേശത്ത് ചെന്നിട്ട് അവിടെ അനാക്യരെ കണ്ടു. ഇവരെല്ലാം വിറ്റ് കളഞ്ഞവരാ. അനാക്യരെ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങള് വെട്ടുക്കിളിയെ പോലായിരുന്നു. ആമോസിന്റെ പുസ്തകം 2:9 പറയുക, ഞാൻ അനാക്യരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു, അവൻ ലെബാനോനിലെ ദേവദാരുകൾ പോലെ ഉയരമുള്ളവനായിരുന്നു. ആമോസിന്റെ പുസ്തകം 2:9. ഇവരുടെ ഹൈറ്റ് കണ്ടോ പാസ്റ്ററെ? അങ്ങനെ ഈ അനാക്കിരെക്കാട്ടിലും ഹിത്യര്, യെബൂസിയർ ഇങ്ങനെയുള്ള ജാതിയുടെ ടോപ്പ് ആയിരുന്നു അമാലേക്ക്. ദൈവം പറഞ്ഞു, അമാലേക്കിനെ ഞാൻ തുടച്ചു കളയും, അവനെ സൂക്ഷിച്ചു. ഈ സംഭവം കഴിഞ്ഞു BC 446 ഏകദേശം ആ കാലഘട്ടങ്ങളിൽ ഈ സംഭവം കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇസ്രായേലിന്റെ യുദ്ധം കഴിഞ്ഞ് പുറപ്പാട് 17 യുദ്ധം കഴിഞ്ഞു. പക്ഷേ ഇറങ്ങി 38 വർഷം കഴിഞ്ഞു. മോവാബ്യ സമഭൂമിയിലെത്തി. 38 വർഷം കഴിയുമ്പോഴാണ് മോവാബ്യ സമഭൂമിയിൽ എത്തി. മോശയുടെ മരണം എടുക്കാറായി. അതിനു മുമ്പേ ഇറങ്ങിത്തിരിച്ച 6,03,550 പുരുഷന്മാർ ഇറങ്ങിത്തിരിച്ചത്. അതിൽ 6,03,548 പേര് മരിച്ചു. 2 പേര് മാത്രമേ ഉള്ളൂ. ഈ 2 പേരും പുതിയ തലമുറയും വന്നു. ആവർത്തന പുസ്തകം 25:17. മോശയോട് ദൈവം വീണ്ടും ഇടപെടുക. മോശയോട് ദൈവം പറയും, ദൈവം വീണ്ടും ഇടപെടുന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര കാര്യമാണ് പക്ഷേ. ദൈവം 1 or 2 വട്ടം സംസാരിക്കുമെന്ന്, പിന്നീട് അത് അനുസരിച്ചില്ല ദൈവം മിണ്ടാതിരിക്കുമെന്ന്. ദൈവത്തിന്റെ ശബ്ദം അനുസരിക്കുന്നവരോടാണ് ദൈവം കൂടുതൽ പറയുന്നത്. പക്ഷെ പുറപ്പാട് ആവർത്തന പുസ്തകം 25 എത്തുമ്പോഴത്തേന് അടുത്ത തലമുറയോട് പറയുക, ഞാൻ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കൊണ്ടുവരുന്ന വഴിയിൽ അമാലേക്ക് ചെയ്തതിനെ നീ മറക്കല്ല്. നീ കനാൻ ദേശത്ത് എത്തിക്കഴിയുമ്പോൾ ഇവനെ വെച്ചേക്കല്ല്. ഇവന്റെ ഓർമ്മയെ നീ മായ്ച്ച് കളയണം.
നിന്നെ പിന്നണിയിലുള്ള നിങ്ങളുടെ സ്ത്രീകളെ ബലഹീനെ ആക്രമിച്ചതിനെ ഞാൻ മറന്നിട്ടില്ല. ആരോടാ പറയുന്നത്? രണ്ടാം തലമുറയോടാ പറയുന്നത്. ഒന്നാം തലമുറയോട് പറഞ്ഞായിരുന്നു മായ്ച്ചു കളയണം, വെച്ചേക്കല്ല്. അതിന് വിളിക്കുന്നവര് ദൈവത്തിന്റെ ഇറ്റേണൽ ആങ്കർ എന്നാണ്. ദൈവത്തിന് ഇറ്റേണൽ ആങ്കർ. രണ്ടാം തലമുറയോട് ദൈവം പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടും പക്ഷെ ഇവര് ഇഗ്നോർ ചെയ്തില്ല. യോശുവയുടെ കാലത്തും അമാലിയെക്കൊണ്ട് യോശുവ അക്കരെ എത്തിച്ചു, ദേശമെല്ലാം വീതിച്ചു കൊടുത്ത് കുറെയൊക്കെ വെട്ടിപ്പിടിച്ചു, എന്നാലും ശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പോയി. എൻ്റെ ഭാഷ പറഞ്ഞ പാമ്പ് തല പൊക്കാതെ കിങ് കോബ്ര അവിടെ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. അവൻ കൊടിയ വിഷമം. ഇവൻ അവിടെയാണ്. പക്ഷെ ഇവൻ തലപൊക്കി. ഒക്നിയേൽ വന്നു, ഒന്നാമത്തെ ന്യായാധിപൻ വന്നവൻ തലപൊക്കി. നമ്മള് ന്യായാധിപന്മാരുടെ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ 14 ന്യായാധിപന്മാരെ പഠിക്കുന്നുണ്ട്. ഒക്നിയേൽ തൊട്ട് സാംസൺ വരെ ന്യായാധിപൻ എങ്കിൽ പോലും ഏലിയും ശമൂവേലും ന്യായാധിപന്മാരാ. ടോട്ടലി 14 പേര്. ഈ 14 ന്യായാധിപന്മാരുടെ കാലത്തും നമ്മൾ പഠിക്കുമ്പോൾ ഫെലിസ്ത്യർ വന്നു, കിഴക്കേ ദേശക്കാർ വന്നു, മിദ്യാനിയർ വന്നു എന്നാ പഠിക്കുന്നത്. പക്ഷേ ഇവരെയെല്ലാം കൊണ്ടുവന്നത് അമാലേക്കാണ്. ഇവരെയെല്ലാം വിളിച്ചോണ്ട് വന്നത് അമാലേക്കാണ്. ഒക്നിയേൽ, ദെബോര, ഗിദയോൻ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നു. ഇവരെല്ലാം വന്ന് അമാലേക്കരുടെ കൂടെ വന്ന് അമാലേക്കരെ വിളിച്ചോണ്ട് വന്ന, പലപ്പോഴും വിളിച്ചോണ്ട് വന്ന് ഇവരെ ഉപദ്രവിച്ചു. ന്യായാധിപന്മാരുടെ കാലത്തും ഇവൻ ദൈവം പറഞ്ഞ മായ്ച്ചു കളയണമെന്ന് 2 വട്ടം ദൈവം പറഞ്ഞു, കേട്ടില്ല. മായ്ച്ചു കളയണമെന്ന് പറഞ്ഞു. ശൗൽ രാജാവ് വന്നു. ശമൂവേല് ശൗലിനെ അഭിഷേകം ചെയ്തു. ശൗൽ രാജാവ് വന്നു. 1 ശമൂവേൽ 15 ദൈവം പറഞ്ഞേക്കുന്ന വേർഡ് ഇങ്ങനെ പക്ഷെ 400 വർഷം എത്തിയപ്പോൾ 400 വർഷം എത്തിയപ്പോൾ ദൈവം പറഞ്ഞേക്കോ 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുക. ആ വേർഡ് ഭയങ്കര അർത്ഥമാണ്. പക്ഷെ 400 വർഷം കഴിഞ്ഞു. അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞു എന്തെന്നാൽ, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചേക്കുന്നു. പക്ഷെ 400 വർഷം എത്തി. ടൈം ലൈൻ പഠിച്ചാൽ 400 വർഷം എത്തി. ദൈവത്തിന്റെ ആങ്കർ നിലനിൽക്കുകയാണ്. പക്ഷെ ഇറങ്ങിത്തിരിച്ച മോശ മരിച്ചു, യുദ്ധം ചെയ്ത യോശുവ പോയി, ന്യായാധിപന്മാരെല്ലാം പോയി. ദൈവം പറഞ്ഞു, ദൈവം മറന്നിട്ടില്ല. ദൈവം വീണ്ടും പറയാം, ഇവനെ വെച്ചേക്കൽ എങ്ങനെ കൊന്നുകളയാനാ പറഞ്ഞു. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നല്ല. പുരുഷന്മാരെ, സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെ, കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയും സംഹരിച്ചു കളക. ഒന്നിനോട് കനിവ് തോന്നല്ലെന്ന്. ഞാൻ ഇതിന്റെ ബേസിൽ വേറൊരു വിഷയം പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ, എന്തും കൊണ്ടാണ് ദൈവം ഇങ്ങനെ യുദ്ധം പറയുന്നത്? ബൈബിളിൽ അതിന് ജെന്യുവൻ റീസൺ ഉണ്ട്. എന്തിനാ കുറെ ജാതികളെ ദൈവം നീക്കി കളയാൻ പറഞ്ഞു? നമ്മുടെ ദൈവം ക്രൂരനാണെന്നും. അത് ഈ വിഷയം വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ ബൈബിളിനെ പഴയ നിയമത്തെ ഒക്കെ വെച്ച് ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇത് വളരെ ക്രൂരനായൊരു ദൈവമാണ്, എപ്പോഴും ഈ കൊല്ലലും കൊലയും എല്ലാമാണ്. അങ്ങനെ യഹോവ എന്ന് പറയുന്നത് തന്നെ ക്രൂരതയുടെ പര്യായമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പക്ഷേ പറയുന്നത്. ശൗലിനോട് ശമൂവേൽ ഒന്ന് പറഞ്ഞു, അമാലേക്കിനെ തുടച്ചു കളയണം. നമ്മളോട് ആൾക്കാർ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന വേർഡുണ്ട്, പക്ഷേ ബൈബിളിൽ അതിന് വ്യക്തമായ ആൻസർ കിടപ്പുണ്ട്. ലേവ്യ പുസ്തകം 18 കിടപ്പുണ്ട്. മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റാത്ത, മനസാക്ഷി ഇല്ലാത്തവർക്ക് അംഗീകരിക്കാം, അതുപോലെ കൊടിയ മ്ലേച്ഛത ആണ് ജാതികൾ ചെയ്തുകൊണ്ടിരുന്നത്. അമാലേക്ക് അതിനകത്തെ മെയിൻ ആളായിരുന്നു. കൊടിയ മ്ലേച്ഛത. നമ്മൾ പറയാൻ വിശദീകരിക്കാമോ? പക്ഷേ ലേവ്യ പുസ്തകം 18, നിനക്ക് ഞാൻ നിന്നെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരിക, നീ ഞാൻ കൊണ്ടുവരുന്ന മിസ്രൈമിലെ മര്യാദ പോലെ നീ നടക്കരുത്, അവരുടെ സമ്പ്രദായങ്ങൾ, അവരുടെ മ്ലേച്ഛതകൾ നീ ആചരിക്കരുത്. ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പോകുന്ന കനാൻ ദേശത്തിലെ മര്യാദകളും നീ ആചരിക്കരുത്, നീ അത് അനുസരിച്ച് നടക്കരുത്. എന്നിട്ട് കുറെ ലിസ്റ്റ് പറയുക. ആ ലിസ്റ്റ് ലേവ്യ പുസ്തകം 18 പറഞ്ഞേക്കുന്നത് ഇമ്മോറൽ സിൻസാ. അപ്പന് അമ്മയോടുള്ള മ്ലേച്ഛത, രക്തബന്ധമുള്ളവരോടുള്ള മ്ലേച്ഛത, അടുത്തത് പുരുഷന്മാരുമുള്ള മ്ലേച്ഛത, സ്ത്രീകളോടുള്ള മ്ലേച്ഛത, മൃഗങ്ങളോടുള്ള മ്ലേച്ഛത, കൊടിയ മ്ലേച്ഛതയുടെ ലിസ്റ്റ് അങ്ങോട്ട് പറഞ്ഞിട്ട്, അതായത് ഇതെല്ലാം ലൈംഗിക പാപങ്ങൾ, മോറൽ സിൻസ്, ലൈംഗിക പാപങ്ങൾ. ലൈംഗിക പാപത്തിന് ബൈബിളിൽ 10 തലമുറ വരെ ശിക്ഷ. വിഗ്രഹാരാധനയ്ക്കും മന്ത്രവാദം ആഭിചാരം ചെയ്യാൻ പോയ 3ാമത്തെ 4ാമത്തെ തലമുറ വരെ ഞാൻ കണക്കിടുവന്ന. പക്ഷേ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത് കൗലിടയൻ, മോവാബ്യൻ, അമോര്യൻ, 10ാം തലമുറ പോലും യഹോവയുടെ ആലയത്തിൽ കയറരുതെന്ന.
ലൈംഗിക പാപത്തിനുള്ള ശിക്ഷ 10 തലമുറ. ദൈവം വെറുക്കുന്നതാ ലൈംഗിക പാപം. അതിൻ്റെ കൊടിയ പാപമാണ്. കൊടിയ പാപം. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന, പബ്ലിക്കലി പറയാൻ പറ്റുന്നതിനപ്പുറം ചരിത്ര പുസ്തകങ്ങളിൽ കൂടെ കാണാം. കൊടിയ പാപം. എന്നിട്ട് ദൈവം പറയാ, ഈ വകയാലൊക്കെയും, നമുക്ക് ബൈബിളിൽ നിന്ന് വേണമെങ്കിൽ വായിച്ചു കേൾപ്പിക്കാൻ പറ്റും. ലേവ്യ പുസ്തകം 18, ഈ വകയാൽ ഒക്കെയും, ഈ മ്ലേച്ഛതയൊക്കെയും, മുകളിൽ ലിസ്റ്റ് പറഞ്ഞു, ഈ 26-ാം വാക്യം, ഈ മ്ലേച്ഛതയൊക്കെയും മുമ്പേ ആ ദേശത്തുണ്ടായിരുന്ന മനുഷ്യർ ചെയ്തു, ദേശം അശുദ്ധമായി തീർന്നു. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ജാതികളെ ദേശം ഛർദ്ദിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ അതിനെ അശുദ്ധമാക്കിയിട്ട് നിങ്ങളെയും ഛർദ്ദിച്ചു കളയാതിരിപ്പാൻ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം. ഈ മ്ലേച്ഛതകളിൽ യാതൊന്നും സ്വദേശിയാകട്ടെ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയാകട്ടെ ചെയ്യരുത്. ഇവിടെ പറഞ്ഞേക്കുന്നത്, നിന്നെ കൊണ്ടുപോകാൻ പോകുന്ന ദേശത്തിലെ ജാതികൾ ഇതെല്ലാം ചെയ്തു. നിന്റെ നീതി കൊണ്ടല്ല, അവന്റെ മ്ലേച്ഛത കൊണ്ട് ഞാൻ മാറ്റിക്കളയുകയും നിന്റെ പിതാക്കന്മാരോടുള്ള നീതി കൊണ്ട് ഞാൻ ഇവിടെ നിന്നെ കൊണ്ടുവന്നതാണ് എന്നാ ബൈബിൾ പറയുന്നത്. പക്ഷെ കൊടിയ മ്ലേച്ഛതയായിരുന്നു. ഇതിന്റെ ഡീപ്പ്, അഗ്നിപ്രവേശം എന്നൊക്കെ പറയുന്നത് വേർഡിന്റെ അർത്ഥം ഭയങ്കര ഡീപ്പാണ്. ഇനി ചരിത്രങ്ങളിൽ കൂടെ പറഞ്ഞേക്കുന്നത്, ഇവർ ശവങ്ങളെ പോലും വിട്ടിട്ടില്ല. ശവങ്ങളെ പോലും വിടാത്ത ഒരു ജാതിയായിരുന്നു മ്ലേച്ഛതയ്ക്ക് വേണ്ടി. ശവങ്ങളെ പോലും, കുഞ്ഞുങ്ങളെ പോലും വിടാത്ത ഒരു ജാതിയായിരുന്നു. ആ കൂട്ടത്തിലുള്ളായിരുന്നു പക്ഷെ അമാലേക്ക്. ദൈവം അബ്രഹാമിൻ സോദോം ഗൊമോറയെ നശിപ്പിക്കുമ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വേർഡ്, സർവ്വഭൂമിക്കും ന്യായാധിപതിയായി ആയിരിക്കുന്നവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? നീതിമാന്റെ ദുഷ്ടന്റെ കൂടെ നീതിമാനെ നശിപ്പിക്കത്തില്ലെന്ന, ഒരു നീതിമാനെ നശിപ്പിക്കത്തില്ലെന്ന ബൈബിളിന്റെ കണക്ക്. പക്ഷെ യുദ്ധം അനുവദിക്കുന്നതിന് മുമ്പിൽ ഞാൻ എൻ്റെ ഒരു ചോദ്യം, ജനറൽ ചോദ്യമാണ്. ഒരു ജഡ്ജ് അല്ലെങ്കിൽ ഒരു അപ്പനും അമ്മയും തൻ്റെ മക്കള് വീട്ടിൽ നിന്ന് എവിടുന്നോ പോയിട്ട് കുറച്ച് പൈസ മോഷ്ടിച്ചോണ്ട് വന്നു. വീട്ടിൽ വന്നു, അപ്പനും അമ്മയും അറിഞ്ഞു. അപ്പനും അമ്മയും ഇത് ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കുക, ഒരു വഴക്കും പറയുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ യഥാർത്ഥ കള്ളൻ ആരായിരിക്കും? അപ്പനും അമ്മയും. അപ്പനും അമ്മയും. നമ്മുടെ ദൈവം കറപ്റ്റഡ് ജഡ്ജ് അല്ല. നമ്മുടെ ദൈവം കറപ്റ്റഡ് ജഡ്ജ് അല്ല. അവൻ പാപത്തെ ശിക്ഷിക്കും. തൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനെ തല്ലി. ദൈവം തെരഞ്ഞെടുത്ത ദാവീദിനെ ശിക്ഷിച്ചു. സഭയ്ക്ക് ശിക്ഷയുണ്ട്. സഭയോട് പറഞ്ഞേക്കുന്നത്, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്, നീ മാനസാന്തരപ്പെട്ടില്ല, നിന്റെ നിലവിളക്കാൻ നിന്റെ സ്ഥാനത്തൊന്ന് മാറ്റിക്കളയുമെന്ന്. നീ ആദ്യത്തെ പ്രവൃത്തി ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. നീ മാനസാന്തര. ദൈവം വിശുദ്ധന പക്ഷേ അതിനൊരു ഒരു മാറ്റവും പക്ഷേ 7 നിലവിളക്കുണ്ട്. 7 നിലവിളക്കിന്റെ 7 തണ്ടുകളുള്ള നിലവിളക്ക്. അതിന് നടുക്കത്തെ തണ്ട് എലിവേറ്റ് ചെയ്താ നിൽക്കുന്നത്. ബാക്കിയുള്ള തണ്ടുകളെക്കാട്ടിൽ എലിവേറ്റ് ചെയ്താ നിൽക്കുന്നത്. ആ നടുക്കത്തെ തണ്ട് കാണിക്കുന്ന ഹോളിനെസ്. ദൈവം വിസ്ഡമുള്ള, സർവജ്ഞാനിയ, ബലവാന, ശക്തന, എല്ലാം ഉള്ളവൻ. പക്ഷെ അതിൻ്റെ ഏറ്റവും ടോപ്പ് യഹൂദന്റെ കൾച്ചറിൽ കൂടെ, അല്ലെങ്കിൽ ആ നടുക്കത്തെ തണ്ട് എലിവേറ്റ് ചെയ്താ നിൽക്കുന്നത്, ഹോളിനെസ്സിനെ കാണിക്കുന്നത്. സോ ദൈവം വിശുദ്ധന. ഒരിക്കലും ആർക്കും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവം പാപം കണ്ടിട്ട് സുപ്രീം അതോറിറ്റിയായ ദൈവം ശിക്ഷിക്കുന്നില്ലെങ്കിൽ ഈസ് എ കറപ്റ്റഡ് ജഡ്ജ്. ദൈവം ശിക്ഷിക്കും. പക്ഷെ മഹാകരുണയുള്ളവന്, മടങ്ങി വരവിന് വേണ്ടി ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നവന് പക്ഷെ ദൈവം ശിക്ഷിക്കും. പക്ഷെ ജാതികളെ ദൈവം ശിക്ഷിച്ചു. ബൈബിളിൽ ലേവ്യ പുസ്തകം 18 തന്നെയല്ല, ഞാൻ ഈ വിഷയം എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ദൈവം യുദ്ധം അനുവദിച്ചു? ജാതികളെ നീക്കിക്കളയാൻ പറഞ്ഞു. പോട്ടെ പക്ഷെ അമാലേക്ക് ദൈവം അന്ന് പറഞ്ഞ ഇവനെ തുടച്ചു കളയണം. ഇപ്പൊ 400 വർഷം കഴിഞ്ഞു. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ 400 വർഷം കഴിയുമ്പം ദൈവം പറയുക, ഇപ്പം ചെന്ന് കനിവ് തോന്നലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ശൗല് പോയി കൊള്ളയ്ക്ക് കൈ നീട്ടി. പക്ഷേ ബലഹീനമായതിനെ കൊന്നു കളഞ്ഞിട്ട് തടിച്ചു കൊഴുത്തതിനെയും അവിടെ ഉണ്ടായിരുന്ന അമാലേക്ക് രാജാവായ രാക്ഷസനായ ആഗാഗിനെയും പിടിച്ചോണ്ട് പോകും. ചരിത്രങ്ങൾ നമ്മളിനി അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ശമൂവേൽ നിന്ന് കരയുക. അടുത്ത ദിവസം ശമൂവേൽ വന്നു. ശമൂവേൽ എന്ന് പറയുന്നൊരു വേർഡുണ്ട്, നിന്നെ ദൈവം അയച്ചോ, നീ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കുന്ന അപ്പുറത്തെ മുക്കറ. അന്നേരം പറയുന്നത്, ഞാൻ അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടിന്റെ. ഇവൻ പറഞ്ഞു എന്തുവാ, അവിടുന്ന് പിടിച്ചോണ്ട് വന്ന മൃഗത്തെ കഴിക്കാൻ, ദൈവത്തിന് വേണ്ടി അല്ലേ? അതെ, ദൈവത്തിന്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടത് ഞാൻ അവിടുന്ന് പിടിച്ചോണ്ട് വന്നാ. പക്ഷേ ശൗല് കൊള്ളയ്ക്ക് കൈനീട്ടി. ദൈവം പറഞ്ഞത് അവൻ അനുസരിച്ചില്ല. നീ എൻ്റെ വചനം തള്ളിക്കളഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെയും തള്ളിക്കളഞ്ഞെന്ന. ഈ കൂട്ടത്തിൽ ഈ ശമൂവേൽ പോകാൻ തുടങ്ങിയപ്പോൾ തൻ്റെ വസ്ത്രത്തെ കയറി പിടിച്ചു. വസ്ത്രം കീറിപ്പോയി. ആ വസ്ത്രം കാണിച്ചുകൊണ്ട് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു. എനിക്ക് ആ ശമൂവേൽ പ്രവാചകനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അനോയിന്റിങ്ങിന്റെ ഒറിജിനൽ വഹിക്കുന്ന ദൈവദാസന്. കാരണം കൊട്ടാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ രാജാവാണെന്നൊന്നും ഓർത്തുകൊണ്ടൊന്നും
പുള്ളി പറഞ്ഞു, എൻ്റെ വസ്ത്രം കീറിയതുപോലെ, ഈ വസ്ത്രം കീറിയതുപോലെ നിന്റെ രാജ്യത്വം യഹോവ കീറിക്കളഞ്ഞേക്കെന്ന് പറഞ്ഞു. നിന്നെക്കാട്ടിൽ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് ദൈവം കൊടുത്തിരിക്കുന്നു പറഞ്ഞു. യാഗത്തിന് പിന്നീട് പോയി കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആഗാഗിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ആഗാഗ് മരണഭയം നീങ്ങിയവനായിട്ട് വന്നപ്പോൾ ശമൂവേൽ പറയുന്ന ഓടിങ്ങനെ, നിന്റെ വാൾ സ്ത്രീകളെ, ഇസ്രായേലിന്റെ സ്ത്രീകളെ മക്കളില്ലാത്തവളാക്കി തീർത്തതുപോലെ നിന്റെ അമ്മയും സ്ത്രീകളിൽ മക്കളില്ലാത്തവളാകുമെന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞു. ശൗലല്ല, ശമൂവേൽ വെട്ടിക്കളഞ്ഞു, അവനെ കൊന്നുകളഞ്ഞു. പക്ഷേ അവിടെ പറഞ്ഞേക്കുന്ന വേർഡ്, എത്രയോ സ്ത്രീകളെ മക്കളില്ലാത്തവളാക്കി കാണും. ദൈവം 400 വർഷം മുമ്പ് പറഞ്ഞ് ഇവനെ സൂക്ഷിച്ചോളാൻ. ന്യായാധിപന്മാരുടെ കാലഘട്ടങ്ങളെല്ലാം ഇവൻ തല പൊക്കാതെ കടന്നു. പക്ഷെ ഇവൻ തല പൊക്കി. ഇസ്രായേലിന്റെ ഒത്തിരി അമ്മമാരെ മക്കളില്ലാത്തവളാക്കി തീർന്നു. ഇസ്രായേൽ കൊയ്തതെല്ലാം കൊണ്ടുപോയി. ദൈവം നോക്കിക്കോളാൻ പറഞ്ഞാൽ നമ്മൾ നോക്കിക്കോണം, നമ്മൾ സൂക്ഷിച്ചോണം. കാരണം ദൈവത്തിന്റെ വാക്ക് താൽക്കാലികമായിട്ടും ഒരു സമയത്തേക്കിനുള്ള, അത് ഇറ്റേണലായിട്ട് പോകുന്ന ചില നാളുകൾ പോകും. അതനുസരിക്കുന്നിടം വരെ ആ വാക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇത് കൊല്ലാൻ പറഞ്ഞവൻ കൊല്ലാതെ പിടിച്ചുകൊണ്ട് പോകുന്ന ആഗാഗിനെ. ഇനി ശൗൽ എങ്ങനെയാ മരിക്കുന്നത്? ആരാ വെട്ടിക്കളയുന്നത്? ആഗാഗ്യനായ അമാലേക്യൻ. ശൗൽ ഗിൽബോവ പർവ്വതത്തിൽ ഫെലിസ്തീനോടുള്ള യുദ്ധത്തിൽ ഫെലിസ്തീൻ അടുക്കുമ്പോൾ ഫെലിസ്തീന്റെ കയ്യാൽ വീഴാതിരിക്കേണ്ടതിന് അവന്റെ വാളോ കുന്നോ വെച്ചിട്ട് അതിലോട്ട് ചാടിയിട്ട് മരിച്ചില്ല. 2 ശമൂവേൽ 1. അവന്റെ ജീവൻ അവനിൽ ഇരിക്കുക. അതോടെ ഒരു അമാലേക്യൻ പോകുന്നേ കണ്ടു. പക്ഷെ ഒരുത്തരം ജീവനോടെ വെച്ചേക്കല്ലെന്ന് പറഞ്ഞതാ. ഇപ്പൊ തന്നെ അവൻ ഇവനെ കൊന്നു. ഒന്നുകിൽ നീ നിന്റെ ശത്രുവിനെ ജയിക്കണം, അല്ലെങ്കിൽ അവൻ നിന്നെ കൊല്ലും. ഇതാ സ്പിരിച്വൽ വാർഫെയർ. ദേശത്തെ ശക്തിയോട് കോംപ്രമൈസ് ചെയ്ത് സഭ വളരാൻ പറ്റത്തില്ല. ഒന്നുകിൽ നീ ദേശാധിപതി ശക്തിയെ പറഞ്ഞു വിടണം, അല്ലെങ്കിൽ അത് നിന്നെ ഓടിക്കും. ഇത് രണ്ടും കൂടെ കോംപ്രമൈസ് ചെയ്ത് പറ്റത്തില്ല. കാരണം നമ്മുടെ ദൈവം തീക്ഷ്ണതയുള്ള ദൈവം, വചനം ഡെപ്ത് ഭാഷ. പക്ഷെ അമാലേക്കിന് ശൗലിനെ വെട്ടിക്കളയുന്നു. ബെന്യാമീൻ ഗോത്രത്തിലെ കീഷിന്റെ മകനായ ശൗൽ, യോനാഥാൻ പട്ടുപോയി. ആ യുദ്ധത്തിൽ യോനാഥാൻ പട്ടുപോയി. പിന്നീട് ദാവീദ് വരുമ്പോൾ ദാവീദ് തന്നെ ശൗലിന്റെ 7 മക്കളെ ഗിബയോന്യർക്ക് പിടിച്ചു കൊടുത്തു. അത് ദൈവത്തിന്റെ ലേവ്യ പുസ്തകത്തിലെ ഒരു ലോയാണ്. കാരണം ഒരു രാജാവിന് സ്വന്തം ജനത്തെ പിടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ ലോ അറിഞ്ഞില്ലെങ്കിൽ ദാവീദിന്റെ മേലെ രക്തപാതം വരും. കാരണം ലേവ്യ പുസ്തകത്തിലെ ഒരു ലോയുടെ വെളിച്ചത്തിലാണ് ദാവീദ് ഗിബയോന്യർ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളല്ല, അത് ശേഷിച്ചവരാ, ജാതികളുടെ കൂട്ടത്തിൽ ശേഷിച്ചവരാ. യോശുവയുടെ കാലത്ത് വന്ന് കള്ളത്തരത്തിൽ ഉടമ്പടി ചെയ്തവരാ. പൂത്ത ഡ്രസ്സുമായിട്ട് വന്നു ജാതികൾക്ക് പിടിച്ചു കൊടുത്തു. ശൗലിന്റെ ഗൃഹം അവൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ ക്ഷയിച്ചു വന്നെന്ന, ദാവീദിന്റെ ഗൃഹം പ്രബലപ്പെട്ടെന്ന. ശൗലിന്റെ ഗൃഹം, അവന്റെ ജീനിയോളജി പറയുന്നുണ്ട്, ബെന്യാമീൻ ഗോത്രത്തിലെ കീഷിന്റെ മകൻ അവൻ പട്ടുപോയി. ആഗാഗിനെ കൊന്നുകളഞ്ഞു. പക്ഷെ ആഗാഗിന്റെ മക്കളുണ്ട്. ഉന്മൂലനാശം ചെയ്യാനാ പറഞ്ഞത്, വെച്ചില്ല. അവന്റെ മക്കള് തന്നെ, ആഗാഗിന്റെ മക്കള് തന്നെ പിന്നീട് എഴുന്നേറ്റ് വന്നു. ആഗാഗ്യനായ ഇപ്പം പക്ഷെ പ്രവാസത്തിൽ പോയി, ബാബിലോൺ പ്രവാസത്തിൽ പോയി. ഈ നമ്മൾ ജയിച്ചില്ലെങ്കിൽ നമ്മളെ ഓടിച്ചിട്ട് തല്ലുവെന്ന എൻ്റെ വീട്. പേർഷ്യയിൽ പോയി. പേർഷ്യയിൽ പോയപ്പോഴും ദേണ്ട അവിടെ വന്നേക്കുന്ന ഒരു ആഗാഗ്, അവിടെ വന്നേക്കും ഒരു ആഗാഗ്യൻ, ആഗാഗ്യനായ ഹമാദായിയുടെ മകൻ ഹാമാൻ. പക്ഷെ എനിമിറ്റി തുടങ്ങിയ റൂട്ട് കണ്ടു. ഇവന്റെ ഒറിജിനൽ മാസ്റ്റർ ഇവന്റെ അകത്തെല്ലാം. യഹൂദനോട് ദൈവം പറഞ്ഞ, നീ തുടച്ച് കളഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥത കിട്ടത്തില്ല. ഇപ്പം വേണ്ടി ഇവൻ ജെനിസൈഡ് പ്ലാൻ ചെയ്തേക്കുക. ജെനിസൈഡ് എന്നാ ഇപ്പൊ 1-ാം മാസം, ഇപ്പം BC 486 അല്ലെ 70 കാലഘട്ടങ്ങൾ എത്തി. ഈ കാലഘട്ടങ്ങൾ എത്തി. ഇപ്പം 12-ാം സംവത്സരം എത്തി. അഗശ്വേഷിന്റെ 12-ാം സംവത്സരം 1-ാം മാസം 13-ാം തീയതി, 14-ാം തീയതി പെസഹയ, 14-ാം തീയതി എസ്തർ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്, നീയും നിന്റെ പിതൃഭവനും നശിച്ചു. കീശിന്റെ തലമുറയിലെ ഇവള്. എസ്തർ കീശിന്റെ തലമുറയില, മോർദേക്കായി. പക്ഷേ നീ ഇപ്പം മിണ്ടാതിരിക്കല്ലേ. നമ്മുടെ വല്യപ്പം മിണ്ടാതിരുന്ന അവന്റെ കുലം പട്ടുപോയത്. നീ ഇപ്പൊ അതുപോലെ മിണ്ടാതിരിക്കല്ലേ. ഇങ്ങനെ ഒരു കാലത്തേക്കിന് വേണ്ടിയിട്ട് അല്ലയോ ദൈവം നിന്നെ അഭിഷേകം ചെയ്തോന്ന് ആർക്കറിയാം. അവൾ പറഞ്ഞു, ഞാനും എൻ്റെ തോഴിമാരും ഇന്ന് തൊട്ട് 3 ദിവസം ഉപവസിക്കാം. 3-ാം ദിവസം എനിക്ക് രാജാവിൻ്റെ അടുത്ത് ചെല്ലാൻ പെർമിഷൻ ഇല്ല. 30 ദിവസത്തിന് ചെല്ലാൻ പെർമിഷൻ ഇല്ല. പക്ഷെ ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, ഞാൻ പോകാം. 1-ാം ദിവസം ഞാൻ 14-ാം തീയതിയാണ്. നമ്മുടെ ഒരു ചരിത്രങ്ങളിൽ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലോജിക്കലി പഠിച്ചു കഴിഞ്ഞാൽ 14, 15, 3-ാം ദിവസം എന്ന് പറയുന്നത് 16 വരുന്നത്, 16-ാം തീയതി.
പക്ഷെ 16-ാം തീയതി എത്തിയപ്പം അന്തപുരത്തിൽ ചെന്നു. രാജാവ് പൊൻചെങ്കോൽ നീട്ടി. അവിടെ ചെല്ലാൻ നിയമമില്ല. ചെങ്കോൽ നീട്ടി അവിടെ ചെന്നു. രാജാവ് ചോദിച്ചു എന്ത് വേണം? രാജാവിനോട് പറഞ്ഞു, ഞാൻ ഒരുക്കുന്ന ഫീസ്റ്റിന് ഒരു 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 വിരുന്നിന് അങ്ങും പ്രത്യേകിച്ച് ഈ ഹാമാനെ കൂടെ കൊണ്ടുവരണം. നിങ്ങൾ രണ്ടും കൂടെ വരണം. ഇവൻ ആഗാഗ്യ വംശത്തിലുള്ള രാക്ഷസ വർഗത്തിൽപ്പെട്ടവനാണ്. ഇവനെ കൂടെ കൊണ്ടുവരണം. കൊണ്ടുവന്നപ്പം ഭയങ്കര ഫീസ്റ്റ് നടക്കുക. 16-ാം തീയതി ഈ 16-ാം തീയതി ഒക്കെ പറയുന്നതിന്റെ പിമ്പിലുള്ള ചരിത്രം എന്ന് പറയുന്നത്, ഞാൻ ഫീസ്റ്റുകളുടെ ആ ദിവസങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ പക്ഷേ. പെസഹായുടെ ഫീസ്റ്റ് നടക്കുന്ന ആബീബ് 14-നാണ്. ആദ്യം പല കറ്റട പെരുന്നാൾ നടക്കേണ്ടത് പെസഹ കഴിഞ്ഞിട്ടുള്ള ശബത്ത് കഴിഞ്ഞ അടുത്ത ദിവസമാണ്. അതായത് 16-ാം തീയതി 18-ാം തീയതി വരും. ഈ ജൂയിഷ് കൾച്ചറിൽ കൂടെ, അല്ലെങ്കിൽ അത് 18-ാം തീയതി തന്നെയാണ് വരുന്നത്. ജൂയിഷ് കൾച്ചറിൽ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ 14-ാം തീയതി വൈകിട്ട് പെസഹ കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ശബത്ത് വരും. ശബത്ത് വരുന്നത് 17-ാം തീയതിയാണ്. 17 എന്നുള്ള ബൈബിളിൽ എഴുതിയിട്ടില്ല. ബൈബിളിൽ പറഞ്ഞേക്കുന്ന പെസഹ കഴിഞ്ഞിട്ടുള്ള ശബത്ത് തൊട്ട്. പക്ഷേ നമ്മൾ കൾച്ചറിൽ കൂടെ, ജൂയിഷ് കൾച്ചറിൽ കൂടെ പഠിക്കുമ്പോൾ ഇത് ആദ്യ പല കറ്റട പെരുന്നാൾ ഫോൾ ആകുന്നത് 18-ാം തീയതിയാണ്. 17-ാം തീയതി ശബത്ത് സ്വസ്ഥതയുടെ ദിവസമാണ്. യഹൂദനെ സംബന്ധിച്ച് സ്വസ്ഥതയുടെ ദിവസമാണ്. 16-ാം തീയതി ഈ ഫീസ്റ്റ് നടക്കുക. രാജാവ് ചോദിച്ചു പറഞ്ഞു, എസ്തേർ പറഞ്ഞു, നാളെ വാ, ഞാൻ ഒരുക്കുന്ന ഫീസ്റ്റിന് കൊണ്ട് നിങ്ങൾ രണ്ടും കൂടെ വാ, നാളെ പറയാം. അന്ന് ഇറങ്ങിപ്പോകുമ്പോഴേ മൊർദെഖായി ബഹുമാനിച്ചില്ല. ഇത് കണ്ടിട്ട് അങ്ങ് അസ്വസ്ഥയായി. വീട്ടിൽ ചെന്ന് എൻ്റെ ഭാര്യയോട് കാര്യം പറഞ്ഞു. ഭാര്യയുടെ പേര് സേരസ് എന്നായിരുന്നു. ഭാര്യയോട് പറഞ്ഞു, ഇത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞു, നിനക്കിപ്പം പൊസിഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്, ഒരു വലിയൊരു കഴുകുമരം ഉണ്ടാക്കുക. 50 അടി ഉയരമുള്ള, 50 മുഴ ഉയരമുള്ള ഒരു വലിയ കഴുകുമരം ഉണ്ടാക്കുക. എന്തിനാ 50 മുഴം പറഞ്ഞത്? 50 മുഴം എന്ന് പറഞ്ഞാൽ ഫീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 75 ഫീറ്റാണ്. പക്ഷേ ഹാമാനെ ബഹുമാനിച്ചില്ലെങ്കിൽ ഈ പട്ടണത്തിന്റെ എവിടെ നിന്നാലും കാണണം. മൊർദെഖായി തൂങ്ങി ഇവിടെ കിടക്കുമ്പോൾ, ഹാങ്ഡായി കിടക്കുമ്പോൾ 75 അടി ഉയരത്തിൽ കിടക്കും. 75 അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര വശം, ഭയങ്കര ഉയരമാണ്. അത്ര ഉയരത്തിൽ നിൽക്കും. എല്ലാ ദിക്കിൽ നിന്നാലും കാണണം. ഹാമാനെ ബഹുമാനിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമെന്ന് കാണണം. അതിനുവേണ്ടി അത്ര ഉയരത്തിൽ അപമാനകരവും ഒരു വാണിംഗ് എന്ന പോലെ ഒരു വലിയ കഴുകുമരം ഉണ്ടാക്കി. എൻ്റെ ഭാഷ പറഞ്ഞ അന്ന് രാത്രി തന്നെ സിമെന്റുകാരെ വിളിച്ച് കാണും. സിമെന്റ് ഒന്നും ഇല്ല, കോൺക്രീറ്റ് വിട്ട് കാണാൻ. ഇത് ഇളകിപ്പോലല്ലോ കാറ്റടിച്ച്, ചിന്തേരിട്ട് പെയിന്റ് അടിച്ച് നല്ല ഒരെണ്ണം ഉണ്ടാക്കി അന്ന് ഓവർ ടൈം വർക്ക് ചെയ്തു. പക്ഷെ രാജാവിന് ഉറക്കമില്ല. രാജാവിന് കൊട്ടാരത്തിൽ ഉറക്കം പോയി. രാജാവ് ആരോ പടയാളിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പുസ്തകം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. പക്ഷെ ഇത് 12-ാം സംവത്സരമാണ്. 12-ാം സംവത്സരം. ആ പുള്ളി പോയി. ഒരു പടയാളി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സേവകനായിരിക്കാം. പോയി 7-ാം വർഷത്തിൽ ഒരു പുസ്തകം കൊണ്ടു. ഇതാരും ഇതിങ്ങനെ ചെയ്തു? 7-ാം വർഷത്തിലുള്ള ഒരു ദിനവൃത്താന്ത പുസ്തകം. പല പുസ്തകങ്ങൾ കാണാം രാജാവിന്റെ ലൈബ്രറി, ദിനവൃത്താന്തങ്ങൾ എഴുതി വെക്കുന്ന പുസ്തകം. അവിടെ ഡയറി കുറിപ്പുകൾ എടുത്തോണ്ട് വന്നു. തുറന്നങ്ങോട്ട് കൊടുക്കുമ്പോൾ കാണുന്ന ചരിത്രം ബിഗ്താന്റെയും തേരശിന്റെയും ചരിത്രം മൊർദെഖായി പറഞ്ഞതാണ്. പക്ഷെ ഇതൊക്കെ ആരാ ചെയ്യാൻ പറ്റുന്നത്? ഇതിനകത്തൊക്കെ ദൈവത്തിന്റെ വിരലുകൾ ഇല്ലെങ്കിൽ, ദൈവം എന്നുള്ള പേര് എസ്തേറിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി മൊത്തം കാണും. എന്റെ പാസ്റ്ററെ, എല്ലാ അധ്യായത്തിലും വാക്യത്തിലും ദൈവത്തിന്റെ വിരൽ കാണും, ദൈവത്തിന്റെ ഇടപെടൽ കാണും. കാരണം ചിതറിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും, മടങ്ങിപ്പോകാൻ അനുവാദം കൊടുത്തെങ്കിൽ പോലും പോകാതിരുന്നവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന് അതാ ദൈവത്തിന്റെ കരുണ. ദൈവത്തിന്റെ കരുണ കൊണ്ട് തുറന്നു കൊടുത്തു. 7-ാം വർഷത്തെ ചരിത്രം വായിച്ചു, ഉറങ്ങിപ്പോയി. 7-ാം വർഷമാണെന്ന് നമുക്ക് അനുമാനിക്കാം. ഉറങ്ങിപ്പോയി. രാജാവ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു. വാതിൽ തുറക്കുന്നതിനെക്കാട്ടിലും മുമ്പേ രാജാവ് വന്നിരിക്കുക. ആമാനും വെളി വന്നിരിക്കുക. രാവിലെ ആമാൻ കയറി വരാൻ പറഞ്ഞു. കയറി വന്നു. രാജാവ് ചോദിച്ചു, രാജാവ് ഉദ്ദേശിക്കുന്ന മൊർദെഖായിയെ മാനിക്കാൻ, ആമാൻ ഉദ്ദേശിച്ച എന്നെ മാനിക്കാനെന്ന്. രാജാവ് മാനിക്കാണ്ടിരിക്കുന്ന പുരുഷനെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഹാമാന് പല കാര്യങ്ങളെ നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു. രാജാവിന്റെ വസ്ത്രത്തെ പുള്ളി കുറെ നാൾ നോട്ടം ഇട്ടതാണ്. കിരീടത്തെ നോട്ടം ഇട്ടതാ. പല്ല്, കുതിര, ചെങ്കോല്, ഇതെല്ലാം വെച്ചുക മാത്രമല്ല, ഏറ്റവും നോബിളായ, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രമുഖനായ ഒരു വ്യക്തിയെ കൊണ്ട് ഈ കുതിരയുടെ മുമ്പിൽ വിളിച്ചു പറയിപ്പിക്കണം. പട്ടണം മൊത്തം വിളിച്ചു പറയിപ്പിച്ചുകൊണ്ട് നടക്കണം. രാജാവ് മാനിക്കാണ്ടിരിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യണം. ഹാമാൻ ഓർത്തത് തന്നെ എന്നാ. പക്ഷെ രാജാവ് പറഞ്ഞു, ഇതിലൊന്നും കുറയ്ക്കല്ലേ,
എൻ്റെ ഭാഷ പറഞ്ഞ വേറെ ആരെയും വിളിച്ചു പറയാൻ നീ വിളിക്കുകയും വേണ്ട, നീ നീ തന്നെ തന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ പക്ഷേ 8ന്റെ പണിയാ കിട്ടി. അതെ. ഭയങ്കര ഒരു പണി കിട്ടിയെന്ന് പറയാം. നീ വിളിച്ചു. മൊർദെഖായിക്ക് എൻ്റെ ഭാഷ പറഞ്ഞ കുതിരയെ കയറി പരിചയമില്ല, ഇവൻ കൈ കൊടുത്തു കാണും, ചവിട്ടി കൈ ചവിട്ടിയിട്ടോ കയറിക്കൊള്ളാൻ പറഞ്ഞു കാണും. വസ്ത്രം ഇടിച്ചു, എല്ലാം കഴിഞ്ഞു വിളിച്ചു പറയും. മൊർദെഖായിക്ക് അറിയത്തില്ല എന്താ സംഭവിക്കുന്നത്. ഇനി രാജാവ് പറഞ്ഞതുകൊണ്ട് ഇവന്റെ സൗണ്ട് വൈബ്രേഷൻ ഇടാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല, എക്കോയും റിവേർബും ഡിലേ ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം എല്ലാ നാട്ടുകാരും കേട്ടിരിക്കണം. എല്ലാം കഴിഞ്ഞു. പുള്ളിയെ വീട്ടിലോട്ട് കൊട്ടാരത്തിലോട്ട് മൊർദെഖായിയെ തിരിച്ചു കൊണ്ട് അല്ലെ വാതിക്കലോട്ട് കൊണ്ട് വിട്ടു. പുള്ളി തലയെ മുണ്ടിട്ടുകൊണ്ട് പോയി, തല മൂടിക്കൊണ്ട് പോയെന്ന ബൈബിൾ എഴുതിയേക്കുന്നത്. തലയെ മൂടിക്കൊണ്ട് പോയി, നേരെ വീട്ടിലോട്ട് ചെന്നു. വീട്ടിലോട്ട് ചെന്ന ഉടനെ എന്താ ലേറ്റ് ആയെന്ന് ഭാര്യ ചോദിച്ചു കാണും. ഈ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ ഈ ഭാര്യ തന്നെ പറഞ്ഞു, അവൻ ഒരു യഹൂദനാണെങ്കിൽ നീ അവന്റെ മുമ്പിൽ വീഴാൻ തുടങ്ങി, നീ അവനെ ജയിക്കത്തില്ല. 6 മണിക്കൂർ 8 മണിക്കൂർ മുമ്പ് ഈ ഭാര്യ പറഞ്ഞ വേർഡെന്തോ, അവന് വേണ്ടി കഴുകുമരം ഉണ്ടാക്കാൻ ഈ മകള് തന്നെയാ പറഞ്ഞത്. ഇപ്പൊ ആ വേർഡ് തിരിച്ചു പറയാം. 8 മണിക്കൂറല്ലേ മുമ്പേ മനസ്സിലായി. ഒറ്റ രാത്രിക്ക് ഇതേ വേർഡ് നമ്മുടെ നേരത്തെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഭാഷ പറഞ്ഞ ഒരു ചൂടുവെള്ളമോ കാപ്പിയോ എന്തെങ്കിലും കുടിക്കാൻ അവിടെ ചൂട്, കാരണം ഇത്രയും വിളിച്ചു പറഞ്ഞല്ലേ തൊണ്ടയെല്ലാം പോയത്, അത് കുടിക്കാനെടുത്ത് അതും മറന്നുപോയി. അപ്പോഴത്തേനും വിരുന്നിനുള്ള ആള് വന്നു കൊണ്ടുപോകാനുള്ള വിരുന്നിന് പോയി. ഈ ആ ക്ഷീണത്തോടെയാ ചെല്ലുന്നത്. ക്ഷീണത്തോടെ അല്ലെന്ന് ഈ ഈച്ച വീണ കാപ്പിയോ ചുക്ക് കാപ്പിയോ എല്ലാം എടുത്ത് വിഴുങ്ങി കുടിച്ചു കാണും പുള്ളി. അവന് വെപ്രാളം കൊണ്ട് അവനത് ചെയ്തു കാണും. നേരെ ചെന്നു, നേരെ കൊട്ടാരത്തിൽ ചെന്നിരിക്കുക. രാജാവ് ചോദിച്ചു, എസ്തർ നിനക്ക് എന്തു വേണം? രാജ്യത്തിന്റെ പകുതിയോളമാണെങ്കിൽ ഞാൻ തരാം. പക്ഷേ രാജ്യത്തിന്റെ പകുതിയോളം കൊടുക്കാമെന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താ? ഒന്ന് പോയി, ഒരു രാജ്ഞി പോയതിന്റെ ക്ഷീണം പുള്ളിക്കുണ്ട്, ഇനിയും പോകണല്ലേ എന്ന് ഓർത്തോണ്ടായിരിക്കും അത് പറഞ്ഞതെന്ന് ഞാൻ ചിന്തിക്കുക. രാജ്യത്തിന്റെ പകുതി വേണമെങ്കിൽ ഞാൻ തരാം. സ്വാഭാവികമായിട്ട് ഇഷ്ടം കൂടുതലും ഉണ്ടല്ലോ. ഇഷ്ടം കൂടുതലും ഉണ്ട്. പക്ഷെ എൻ്റെ ഒരു ഭാവനയെ ഞാൻ പറഞ്ഞത്, നിനക്ക് തരാം. കാര്യങ്ങളെല്ലാം ചോദിച്ചു. എസ്തർ ചോദിച്ചു, രാജാവേ, ഞങ്ങളെ കൊന്നു മുടിച്ചു കളയാൻ, ഞങ്ങളെ അടിമയായിട്ട് വിറ്റ് കളഞ്ഞതായിരുന്നെങ്കിൽ, എൻ്റെ വൈരിക്ക് വിറ്റ് കളഞ്ഞതായിരുന്നെങ്കിൽ ഞാൻ പ്രതിശാന്തി ചെയ്ത് എന്തെങ്കിലും ചെയ്ത് എൻ്റെ ജനത്തെ ഞാൻ നേടാമായിരുന്നു. പക്ഷെ എന്തിനാ രാജാവേ ഞങ്ങളെ വിറ്റ് കളയാതെ കൊന്നു മുടിക്കേണ്ടതിന് ഞങ്ങളെ വിറ്റ് കളഞ്ഞ് എന്തിനാ ചോദിച്ചു. ഞാൻ അങ്ങനെ ആരാ ചെയ്തെന്ന് ചോദിച്ചു. ആരാ ഇത് ചെയ്തെന്ന് ചോദിച്ചു. എൻ്റെ ഭാഷയിൽ പാസ്റ്റർ അല്ലെ എനിക്ക് മനസ്സിലായതനുസരിച്ച് എസ്തറിനെ പരിശുദ്ധാത്മാവ് പ്രിപ്പയർ ചെയ്തതാണ്. അവൾ ഭയങ്കര ബോൾഡും ഭയങ്കര വിഷ്ടമുള്ളവളായിരുന്നു. അവൾ ഭയങ്കര അധികാരത്തോടു കൂടെ പറഞ്ഞു, ഈ നിൽക്കുന്ന ദുഷ്ടനും വൈരിയുമായ ഹാമാനാന്ന് പറഞ്ഞു. അവൻ്റെ പൊസിഷൻ നോക്കിയില്ല, അവളുടെ മീതെ കിടന്ന അതോറിറ്റി യൂസ് ചെയ്യുക. സഭ അതോറിറ്റി യൂസ് ചെയ്യണം എനിമിയുടെ മുമ്പിൽ. നോ റിക്വസ്റ്റിംഗ്, കമാൻഡ് ചെയ്യാണ്. അവൾ കമാൻഡ് ചെയ്യും. ഇവനാന്ന് പറഞ്ഞു. രാജാവ് ഇറങ്ങി അന്തപുരത്തിൽ പോയി, വെളിയിലോട്ട് ഉദ്യാനത്തിൽ പോയി. ഉദ്യാനത്തിൽ പോയിട്ട് രാജാക്കന്മാർക്ക് ഇരിക്കാനുള്ള ആ പ്രോട്ടോകോൾ പാസ്റ്റർക്ക് എനിക്ക് അറിയാം. രാജാവ് ഇരിക്കുന്ന ചെയറിൽ വേറൊരാൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ ചെയറുണ്ട്, ഓരോരുത്തർക്കും ഓരോ മെത്തയുണ്ട്. ഈ ഹാമാന് പരവേശം കൂടിയിട്ട് രാവിലെ തൊട്ടേ അവൻ്റെ എല്ലാം പോയി കിടക്കുക. തിരിച്ചു വന്നപ്പം രാജ്ഞിയുടെ മെത്തയിൽ ഇവൻ വീണ് കിടക്കും. ആരോ ചോദിച്ചു, രാജാവ് അവിടുന്ന് ഒറ്റ ചോദ്യം ചോദിച്ചു, ഇവൻ കൊട്ടാരത്തിൽ വെച്ച് അരമനയിൽ വെച്ച് രാജ്ഞിയെ കയ്യേറ്റം ചെയ്യുമോ? ചോദിച്ചുടനെ തന്നെ ബൈബിളിൽ പറഞ്ഞേക്കുന്ന വേർഡ്, അവൻ്റെ മുഖം അന്നേരെ മൂടിയെന്ന്. ഈ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതിന് മുമ്പ് മുഖം മൂടുമല്ലോ. ഇവന്റെ തലയുടെ സൈസിലുള്ള ആ ഒരു തുണി ആരോ തയ്പ്പിച്ചുകൊണ്ട് നടക്കാം, നേരത്തെ തയ്പ്പിച്ചുകൊണ്ട് നടക്കാം. കാരണം പോക്കറ്റിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്തിനീ ഈ തുണി എന്തിനാ വിരുന്നിന് വരുന്നേ? അപ്പൊ ഇവൻ വിക്കടാന്നുള്ളത് അറിയാം. കാരണം ദൈവത്തിന്റെ പദ്ധതികൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവന്റെ തല മൂടി. അന്നേരം പറയുന്നത് ഹാമാന് കഴുകുമരം അവന്റെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവന്റെ വീട്ടിൽ അവിടെ തന്നെ തൂക്കിക്കളയാൻ പറഞ്ഞു. പക്ഷേ ഹാമാനെ തൂക്കിക്കളയുന്നത് പഠിച്ചാൽ ശബത്തിന്റെ അന്ന് 16-ാം തീയതിയാണ്, 2-ാം ദിവസം പറയാമെന്ന് പറഞ്ഞു. 17-ാം തീയതി ശബത്തിന്റെ അന്ന് തൂക്കിക്കളഞ്ഞു. ഹാമാന്റെ വീട്ടിലിട്ട് അവനെ തൂക്കിക്കളഞ്ഞു. റീസൺ എന്തുവാ? ജെന്നിസൈഡ്. ഇത് കഴിഞ്ഞു. മൊർദെഖായിക്ക് ഉന്നത പദവിയും എസ്തർ അറിയിച്ച് ഉന്നത പദവി സ്ഥാനക്കയറ്റവും കിട്ടി. പക്ഷെ മൊർദെഖായി ചെല്ലുന്നത് ബൈബിളിൽ എഴുതി വെച്ചേക്കുക, 8-ാം അധ്യായത്തിൽ എഴുതി വെച്ചേക്കുക, നീലയും വെള്ളയും പർപ്പിളും വസ്ത്രം ധരിച്ചോണ്ട്. ആ നീലയും വെള്ളയും വസ്ത്രം ഒന്ന് നോട്ട് ചെയ്യണം. നീലയും വെള്ളയും, കാരണം ഇതൊക്കെ ഡിവൈൻ എൻകൗണ്ടർ ഇല്ലാതെ സംഭവിക്കത്തില്ല. നീലയും വെള്ളയും വസ്ത്രം, പർപ്പിളും ഉണ്ട്, അങ്ങ് പർപ്പിൾ അങ്ങോട്ട് മാറ്റിയിട്ട് നീലയും വെള്ളയും എടുക്കാം. ഹാമാൻ തകർന്നപ്പം പേർഷ്യയിൽ നീലയും വെള്ളയും ഉയർന്നു. ഹാമാൻ തകർന്നപ്പം നീലയും വെള്ളയും ഉയർന്നു. ശബത്തിന്റെ അന്നാ തകർന്നത്. ഇത് കഴിഞ്ഞു. പക്ഷേ 12-ാം മാസം വന്നപ്പോഴത്തേന് യഹൂദന്മാർ പ്രബലപ്പെട്ടു. യഹൂദന്മാര് പല
പല ആൾക്കാർ യഹൂദന്മാരായി തീർന്നു. പല ആൾക്കാർ യഹൂദന്മാരായി തീർന്നു. ഇതിനിടയ്ക്ക് നിയമം 3-ാം മാസങ്ങളൊക്കെ എഴുതി മാറ്റി. 12-ാം മാസം 13-ാം തീയതി എത്തിയപ്പോൾ നിയമം എഴുതി, 3-ാം മാസമേ എഴുതി, നിങ്ങളെ കയ്യേറ്റം ചെയ്യാൻ വരുന്ന സകല ജാതികൾ എന്നല്ല, ആഗാഗ്യ അമാലേക്ക് വംശജരെയാണ്. ആ ഒരൊറ്റ ജാതിയോടെ ഉള്ളു പ്രശ്നം. അമാലേക്ക് വംശജരെ നിങ്ങൾ വേറെ ജാതികളോടൊന്നുമില്ല, കൊന്നുകളഞ്ഞേക്കാൻ പറഞ്ഞു. പക്ഷെ 13-ാം തീയതി 127 സംസ്ഥാനങ്ങളിലും യഹൂദൻ കൊന്നുകളഞ്ഞു. പൂരെന്ന് പറഞ്ഞ ചീട്ടിട്ടോണ്ടാണ് തുടങ്ങിയത്. യഹൂദനെ കൊല്ലാൻ 13-ാം തീയതി ഡേറ്റ് വെച്ചിരുന്നത്. അവർ 12-ാം മാസം 13-ാം തീയതി കൊന്നുകളഞ്ഞു. ശൂഷൻ രാജധാനിയിൽ തന്നെ ഒത്തിരി പേരെ കൊന്നുകളഞ്ഞു. പക്ഷേ 14-ാം തീയതിയും എസ്തേറും മൊർദെഖായും ചെന്നു. എസ്തേറും മൊർദെഖായും കൂടെ ചെല്ലുമ്പോൾ രാജാവ് ചോദിച്ചു, ഇനി എന്തു വേണം, നിനക്ക് എന്തു വേണം തരാം. അവർ രണ്ടും കൂടെ പറഞ്ഞു. ഭയങ്കര ജ്ഞാനമുള്ളവരായിരുന്നു രണ്ടുപേരും. അത് ചോദിക്കുന്നതിന് മുമ്പിൽ ഒരു കാരണമുണ്ട്. ഇന്നലെ യഹൂദന്മാർ ചെയ്തു കളഞ്ഞതുപോലെ ഇന്നും ചെയ്തു കളയേണ്ടത്. പക്ഷെ അത് കൊന്നുകളയുക, ഞങ്ങൾക്ക് ഒരു അനുവാദം കൂടെ തരണമെന്ന് പറഞ്ഞു. ഓൾറെഡി നിങ്ങൾ കൊന്നു കളഞ്ഞല്ലോ, ഒത്തിരി പേരെ കൊന്നു കളഞ്ഞല്ലോ, ഇനി എന്തിനാ വേണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്തിനായിരുന്നു അറിയാമോ? 950 വർഷം മുമ്പേ ദൈവം പറഞ്ഞൊരു പ്രവചനം ഉണ്ടായിരുന്നു. അമാലേക്കിനെ ഭൂമിയുടെ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയണം. ഇവിടെ അമാലേക്ക് വംശജനായ ആഗാഗ്യ വംശജന് അമാലേക്കര ഇവിടെ ഉണ്ട്. ഇവരെ ഇന്ന് തുടച്ചു കളഞ്ഞില്ലെങ്കിൽ വീണ്ടും ഇസ്രായേലിന്റെ സ്ത്രീകൾ മക്കളില്ലാത്തവളാവും. 2-ാം ദിവസം കൂടെ ഹാമാന് പുത്രസമ്പത്ത് കൊണ്ട് അവന് സ്ഥാനക്കയറ്റം കിട്ടിയെന്ന് പറയുന്നുണ്ട്. ചരിത്രങ്ങൾ പറയുന്ന അവന് ഒത്തിരി മക്കളുണ്ടായിരുന്ന, പക്ഷെ ബൈബിൾ 20 മക്കളെ കാണാം. 10 മക്കളെ 13-ാം തീയതി കൊന്നുകളഞ്ഞു. അടുത്ത 10 മക്കളെയും 500 പേരെയും കൊന്നുകളഞ്ഞു. പക്ഷെ അടുത്തൊരു കണക്കെഴുതിയേക്കുക, 75,000 പേരെ ഈ മൊത്തം രാജ്യത്തും കൊന്നുകളഞ്ഞു. ബൈബിളിലുണ്ട് 75,000 പേർ. പക്ഷെ അവർ കൊള്ളയ്ക്ക് കൈ നീട്ടിയില്ല. അമാലേക്കിനെ തുടച്ചു കളയാനായിരുന്നു ആ 2 ദിവസത്തെ പൂരീം ഫീസ്റ്റ്. എസ്തേറും മൊർദെഖായിക്കും ചരിത്രങ്ങൾ മൊത്തം അറിയാം. പക്ഷേ ഇതങ്ങ് കഴിഞ്ഞു. ഇത് കഴിഞ്ഞു. ശൂഷൻ രാജധാനി നീലയും വെള്ളം ഉയർന്നതെല്ലാം കഴിഞ്ഞു. നമുക്കിനി ഓടി ഇന്നത്തെ ഇറാന്റെ ചരിത്രത്തിലേക്ക് വരാം. എന്ന് വെച്ചാൽ 1-ാം മാസം തന്നെ ശബത്തിന്റെ അന്ന് തലയെ തകർത്തു. നമ്മൾ സ്പിരിച്വൽ വാർഫെയറും കൂടെ കണക്ട് ചെയ്ത് പറയാം. തലയെ തകർത്തു. അതാണ് കൊലോസ് ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത്. വാഴ്ചകളും അധികാരങ്ങളും സകല ഓരോ ടെറിട്ടോറിയുടെ മേലെ സാത്താന്റെ കിങ്ഡം ഉണ്ട്. അതാണ് 4 കിങ്ഡം പറയുന്നത്. 4 കിങ്ഡം സാത്താൻ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ്. സ്വർഗത്തിന്റെ കാര്യങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു കാര്യം 4 എന്ന് പറയുന്നത് സ്വർഗത്തിലെ 4 മൃഗങ്ങളും ഗവൺമെന്റും ഇതുമായിട്ടൊക്കെ കണക്റ്റഡ്. സ്വർഗത്തിന്റെ സിസ്റ്റം ടെറിട്ടോറിയൽ സ്പിരിറ്റാ 4 എണ്ണം. വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ലോകത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മസേന. ഈ ടെറിട്ടോറിയൽ സ്പിരിറ്റിന്റെ മേലെ റീജിയണൽ സ്പിരിറ്റ് കാണാം, കോണ്ടിനെന്റൽ സ്പിരിറ്റ് കാണാം, യവനപ്രഭുവും പാർശ്യപ്രഭുവും എന്നൊക്കെ പറഞ്ഞ പല ലെവലുകളിൽ കാണാം. ഇതിന്റെ എല്ലാം മീതെ ഉള്ളതാ കൊലോസ് ലേഖനത്തിൽ പറഞ്ഞേക്കുന്ന തലയെക്കുറിച്ച് പറഞ്ഞേക്കുന്ന വാഴ്ചകളും അധികാരങ്ങളും. വാഴ്ചകളെയും അധികാരങ്ങളെയും യേശു കർത്താവ് ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ചു. എന്ന് വെച്ചാൽ തലയെ തകർത്തു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർത്തു. പക്ഷെ വാലുകളുണ്ട്. വാലുകളെ പിടിച്ചടക്കാൻ ദൈവം അതത് ദേശങ്ങളിലുള്ള സഭയെ അപ്പോയിന്റ് ചെയ്തേക്കുന്നു. സഭയോടാ പറഞ്ഞേക്കുന്നത്. അപ്പം ഈ വാഴ്ചകളും രണ്ടും രണ്ടാവാസ മനസ്സിലായി. സഭയെ എസ്തേറിന്റെ പുസ്തകത്തിൽ ഹാമാനെ തലയെ തകർത്തു. എന്നിട്ട് സഭയ്ക്ക് എഴുതി കൊടുത്തു. 127 സംസ്ഥാനങ്ങളിലുള്ള സഭയ്ക്ക് എഴുതി കൊടുത്തു. അതത് ദേശങ്ങളിലുള്ള അവിടെ അതാത് സ്ഥലത്ത് തകർക്കണം ആമാന്യ ശക്തികളെ, അല്ലെങ്കിൽ പൈശാചിക ശക്തികളെ. നമുക്ക് പുതിയ നിയമപ്രകാരം ജഡരക്തങ്ങളോട് പോരാട്ടമില്ല. എഫെസ്യ ലേഖനം ഒരു വാഴ്ച ആരോടും ഇല്ല, പക്ഷെ പോരാട്ടമുണ്ട്. വാഴ്ചകളോടും അധികാരങ്ങളോടും പൗലോസ് തന്നെ മുൻനിർത്തിയാ പറഞ്ഞേക്കുന്നത്, നമുക്കെന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ് ഇന്നത്തെ ഇറാന്റെ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ 47 വർഷമായി അയത്തുള്ള ഖമേനി പല കാലഘട്ടങ്ങളിലായി 39 അങ്ങനെ പല കാലഘട്ടങ്ങളിലായി താന് അധികാരത്തിലാണ്. 47 വർഷം ആയിട്ട് അധികാരത്തിലാണ്. ഇസ്രയേലിനെ ഭൂമിയുടെ മുഖത്തുനിന്ന് തുടച്ചു കളയാൻ ഇറാൻ അവന്റെ സകല പണവും ബുദ്ധിയും കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ആൾക്കാരാണ് ഹമാസ്. അവർ പറയും ഇവരുടെ പ്രോക്സിയ. ഹമാസ്, ഹൂത്തി, ഹിസ്ബുള്ള ഇവരെല്ലാം ഇറാനാണ് ഇതിന് എല്ലാം പാലൂട്ടി വളർത്തുന്നത്. ഇസ്രയേൽ 1980 തൊട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ ഓർക്കിഡ് എന്നൊക്കെയുള്ളതുള്ള അവരുടെ ന്യൂക്ലിയർ സ്റ്റേഷൻ അടിച്ചു കളയുന്നത് തൊട്ട് ഒത്തിരി മിലിറ്ററി ഓപ്പറേഷൻ ചെയ്തു, പൊളിറ്റിക്കലി നോക്കി. പക്ഷെ എന്നാൽ സാത്താന്യ ശക്തി ഇവനെ ഭരിക്കുന്നത് കൊണ്ട് പിന്നെ കയറി വരും. മർമ്മം ഇവന്റെ കിടക്ക. അമാലേക്കിനെ തുടച്ചു കളഞ്ഞു, എസ്തേറും കൊണ്ട് തുടച്ചു കളഞ്ഞു. എസ്തേറും കൊണ്ട്. പക്ഷെ എസ്തേറിന്റെ
ആ ജീനിയോളജി നോക്കിയേ, മൊർദെഖായുടെ ജീനിയോളജി. കീഷിന്റെ ബെന്യാമിൻ ഗോത്രത്തിലെ കീഷിന്റെ മകനായ ഷിമയുടെ മകനായ യായിരിന്റെ മകനായ മൊർദെഖായി, ചിറ്റപ്പന്റെ മകളാ രണ്ടുപേരും. ഈ ബെന്യാമിൻ ഗോത്രത്തിലെ കീഷിന് കിട്ടിയതാ ഈ നിയോഗം. അവിടുന്ന് ഹാമാൻ, ഈ ആഗാഗിന് ഹാമാൻ വരുന്നത്. എന്നിട്ട് ദൈവം രണ്ടിനെയും കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് 486 കൊണ്ട് കൂട്ടിമുട്ടിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പൊ നീ മിണ്ടാതിരുന്നാൽ നീ നിന്റെ കുലവും നശിച്ചു. ദൈവം ഒരു കുടുംബത്തിന് നിയോഗം പകർന്നു കഴിഞ്ഞാൽ അതേ കുലത്തിൽ കൂടെ തന്നെ ഒരാൾ അവിശ്വസ്തരായാൽ ദൈവം അടുത്ത ആളിനെ എഴുന്നേൽപ്പിക്കും. ഈ 2 ജീനിയോളജി ഇവിടെ കൂട്ടിമുട്ടിക്കാനുള്ള ഒരു കാരണവുമില്ല പാസ്റ്ററെ. ചിതറിപ്പോയത് പാസ്റ്ററെ. ഇപ്പൊ എന്താണ് ജെന്നിസൈഡാ പ്ലാൻ ചെയ്യുന്നത്. ഹാമാൻ പ്ലാൻ ചെയ്യുന്നത് എന്തുവാ? ജെന്നിസൈഡാ. ഖമേനി എന്നുള്ള പേരിനകത്ത് ഹാമാൻ കിടപ്പുണ്ട്. ആ കെയും ഇയും ഐയും മാറ്റിയാൽ മതി. ഖമേനി, ഹാമാൻ എന്നുള്ള പേര് ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എ എന്നുള്ളിടത്ത് ഇ എന്നുണ്ട്, ഹാമാൻ എന്നുള്ളത് കാണാം. 47 വർഷം ഹാമാനെ കൊല്ലുന്നത് ഞാൻ ചരിത്രങ്ങളിൽ കൂടെ ഒന്ന് പഠിക്കാൻ നോക്കി. പക്ഷേ ചരിത്രങ്ങൾ തരുന്നത് ഈസ് മിഡ് 40s ഹാമാനെ കൊല്ലുന്നത്. അവന്റെ 45 മിഡ് 40s 47 വർഷം ഇവിടെയും കാണാം. തൻ്റെ ഭരണത്തിന് 47 വർഷം. ഹാമാനെ കൊന്നുകളഞ്ഞ ശബത്തിന്റെ അന്നാണ്. പക്ഷേ ഇസ്രയേലും അമേരിക്കയും കൂടെ ചേർന്ന് അവരെ ഈ കാലഘട്ടങ്ങളിൽ ജെന്നിസൈഡ് ചെയ്യാൻ, ഡെഡ് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റാണ്ടുകളായി ഇറാൻ പ്രൊക്ലെയിം ചെയ്തു. ഡെഡ് ടു ഇസ്രായേൽ ആൻഡ് ഡെഡ് ടു അമേരിക്ക, ഇത് പ്രൊക്ലെയിം ചെയ്യുന്ന ജെന്നിസൈഡ് അവർ പ്ലാൻ ചെയ്തേക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഹമാസിന്റെ യുദ്ധം നടക്കുമ്പോൾ അവർ പറഞ്ഞേക്കുന്നത് ഫ്രീ പാലസ്തൈൻ, റിവർ ടു സീ, ഫ്രീ പാലസ്തൈൻ. ഇതാണ് യൂണിവേഴ്സിറ്റികളെല്ലാം എന്തോ ഫ്രീ പാലസ്തൈൻ എന്ന് പറഞ്ഞേക്കുന്നത്, റിവർ ടു സീ. അത് PLO പണ്ട് കാലം അല്ലെങ്കിൽ 83-ാം സങ്കീർത്തനം തൊട്ട്, അല്ലെ സങ്കീർത്തനങ്ങൾ തൊട്ട് തുടങ്ങിയ റിവർ ടു സീ, ജോർഡാൻ റിവർ തൊട്ട് കടൽ വരെ യഹൂദനെ തുടച്ചു കളയുക. 1973 യുദ്ധത്തിലും 67 73 യുദ്ധത്തിലും നാസർ ഡിക്ലെയർ ചെയ്ത വിത്തിൻ 48 hours we will washed out Israel from the face of the earth. ഇത് അവരുടെ പല കളർ വന്നു, പല രീതി വന്നു. ഇപ്പോഴും പറഞ്ഞ ഫ്രീ പാലസ്തൈൻ, റിവർ ടു സീ, ഫ്രീ പാലസ്തൈൻ. പക്ഷെ ടൂണ് മാറിയതേ ഉള്ളൂ, പാട്ടൊന്നാ. അതെ, ആശയം വന്നു. ഈ ഖമേനിയെ കൊല്ലുന്നതും എസ്തറിന്റെ പുസ്തകവുമായിട്ട് ഒത്തിരി സാമ്യമുണ്ട്. അത് ന്യൂമറിക് ആകട്ടെ, ജിയോഗ്രാഫിക്കലി ആകട്ടെ, സ്പിരിച്വലി ആകട്ടെ, ഒത്തിരി സാമ്യമുണ്ട്. ഹാമാൻ എന്നുള്ള പേര് ഖമേനിയുടെ പേരിനകത്ത് കാണാം. 47 എന്നുള്ള മിഡ് 40s എന്നാ, 45, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന 47 തന്നെ ആയിരിക്കാം. കാരണം ദൈവത്തിന് ടൈമുകളൊന്നും തെറ്റത്തില്ല. ഇവിടെ തന്നെ 47 വർഷത്തെ ഭരണം. ഇവിടെയും പറഞ്ഞേക്കുന്നത് ഇസ്രയേലിനെ കൊന്നുകളയാനാണ്, എന്നേക്കുമായിട്ട് മുടിച്ചു കളയാൻ വേണ്ടിയാണ്. ഇസ്രയേലും അമേരിക്കയും കൂടെ ചേർന്ന് ഓപ്പറേഷന് വേണ്ടി തെരഞ്ഞെടുത്ത ഡേറ്റ്. പക്ഷേ പൊളിറ്റിക്കലി എന്തൊക്കെ പ്ലാൻ ചെയ്താലും ഇസ്രയേലിന്റെ വിഷയം സ്പിരിച്വലാണ്. കാരണം ഇസ്രയേലിന്റെ രാജ്യസ്ഥാപനം തൊട്ട് യെറുശലേമിന്റെ ക്യാപിറ്റൽ മാറ്റുന്നിടം തൊട്ട് ഇതെല്ലാത്തിൻ്റെയും കാര്യങ്ങൾ, യുദ്ധങ്ങൾ തൊട്ട് ഈ 2023 ഒക്ടോബർ 7 തുടങ്ങിയ യുദ്ധം ബൈബിളിലെ ഒരു സിസ്റ്റവുമായിട്ട് ഫോളോ ആകുന്നതാണ്. ജൂബിലി ഇയറുമായിട്ട് ഫോളോ ആകുന്നതാണ്. യോബേൽ സംവത്സരമായിട്ട് ഫോളോ ആകുന്നത്. കാരണം യഹൂദൻ ഒക്ടോബർ 7 കഴിഞ്ഞുകൊണ്ട് ഡിക്ലെയർ ചെയ്തു, ആഫ്റ്റർ ദിസ് വാർ ഗസ വിൽ ബി അവോസ്, ബിക്കോസ് ദിസ് ഇസ് അവർ ജൂബിലി ഇയർ. നഷ്ടമായത് മടങ്ങി വരുന്ന വർഷങ്ങളാണ്. അതുകൊണ്ട് അവൻ യുദ്ധത്തിന് കാലുവെച്ച്. മറ്റേതെല്ലാം റിട്ടാലിയേഷൻ ചെയ്യുമായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളെല്ലാം പ്രീവിയസ് ഇയറിൽ റിട്ടാലിയേഷൻ ചെയ്യുമായിരുന്നു. ഇത് കുറച്ച് ഡെപ്ത് കൂടുതലായിരുന്നു. 1500 പേരെ കൊല്ലുകയും 251 പേരെ ഹോസ്റ്റേജസ് ആയി പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നത് കുറച്ച് ഡീപ്പായിരുന്നു. വംശഹത്യ വരുന്നത് ഇവിടെ വംശഹത്യ. ഈ ഇസ്രയേൽ തിരഞ്ഞെടുത്ത ഡേറ്റ് പക്ഷേ ഫെബ്രുവരി 28. ഫെബ്രുവരി 28 അത് ശബത്തായിരുന്നു. ഫെബ്രുവരി 28 സോളാർ കലണ്ടർ പ്രകാരം അത് ഫെബ്രുവരി 28 ശബത്താണ്. അവിടെ ശബത്തായിരുന്നു. അടുത്തത് ഖമേനിയെ കൊല്ലുന്നത് അവന്റെ കൊട്ടാരത്തിലിട്ട, ഹാമാൻ ധരിക്കുന്നത് അവന്റെ സ്ഥലത്തിട്ട, അതും പകലായിരുന്നു, രാത്രിയല്ല. ഇവിടെയും പകലായിരുന്നു. ഇനിയും മറ്റൊരു കലണ്ടർ പറഞ്ഞ ലൂണാർ കലണ്ടർ പ്രകാരം അല്ലെങ്കിൽ എബ്രായ കലണ്ടർ പ്രകാരം പറഞ്ഞാൽ 12-ാം മാസം 13-ാം തീയതിയാണ് കൊല്ലാൻ വേണ്ടി വെച്ചിരുന്നത്. പൂരീം ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ഇസ്രായേലിനെ തുടച്ചു നീക്കാൻ. ഇസ്രായേലിന്റെ പൂരീം ഫീസ്റ്റ് വരിക 14-ഉം 15-ഉം. ബൈബിളിലെ കണക്ക് പിന്നീട് അങ്ങോട്ട് ഒരു ദിവസം മാറി. ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നത് 14-ഉം 15-ഉം. 13-ാം തീയതി ആണെങ്കിൽ പോലും യഹൂദൻ മൊത്തം സെലിബ്രേറ്റ് ചെയ്യുന്നത് 14-ഉം 15-ഉം.
14, 15 വരുന്നത് മാർച്ച് 4, 5 ആ ദിവസങ്ങളാണ്. 3, 4, 5 ദിവസങ്ങളിലാണ്. പക്ഷെ മാർച്ച് 11 യഹൂദന്റെ കലണ്ടർ പ്രകാരം 12-ാം മാസം 11-ാം തീയതി, 13, 14, 15 ഒക്കെ വരിക. ഒരിക്കൽ കൂടി ആ കലണ്ടർ ഞാൻ പറയാം. സോളാർ കലണ്ടർ പ്രകാരം അല്ലെങ്കിൽ ഗീഗോറിയൻ ജൂലിയൻ കലണ്ടർ പ്രകാരം ഫെബ്രുവരി 28-ാം തീയതി എന്ന് പറയുന്നത് യഹൂദന്റെ മാസം എബ്രായ കലണ്ടറിൽ 12-ാം മാസം, 12-ാം മാസം 11-ാം തീയതി. അതും ശബത്ത. ഇതും ശബത്ത. ശബത്തിന്റെ അന്നാണ് ഈ 2 ശബത്തും കൂടെ വരുന്നു. അടുത്ത ദിവസം ബ്ലഡ് മൂണ, മാർച്ച് 3-ാം തീയതി ബ്ലഡ് മൂണ. യഹൂദനെ സംബന്ധിച്ച് അത് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം അവരുടെ ഫീസ്റ്റുകളുമായിട്ട് അനുബന്ധമായിട്ട് ബ്ലഡ് മൂൺ വന്നാൽ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് അവസ്ഥ, ഭയങ്കര അടയാളം. ഇനി അറബിക് കലണ്ടർ നോക്കിയാൽ, ഹിജ്രി കലണ്ടറിൽ നോക്കാൻ 9-ാം മാസം 11 വരുന്നത്. അത് ശബത്ത. 9/11. 9/11 എന്ന് പറഞ്ഞാൽ എന്തോ ഈ ഡേറ്റുകളെല്ലാം ഫോളോ ആകുന്നത് 9/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന്റെ ദിവസമാണ്. അതിൻ്റെയും കൂടെ അമേരിക്ക തീർക്കുന്ന ഒരു പ്രതികാരമായിരിക്കാം. പക്ഷെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരണമെങ്കിൽ ദാനിയേലിന്റെ പുസ്തകം പറയുന്ന പോലെ സകല രാജാക്കന്മാർക്കും മീതെ മഹാരാജാവ് മേളിലുണ്ട്. ഖമേനിയെ തീർക്കാൻ തെരഞ്ഞെടുത്ത ഡേറ്റ് ശബത്ത്. 3 കലണ്ടർ ഒരുമിച്ച് വരിക. പക്ഷെ കലണ്ടറിന്റെ മീതെ അധികാരമുള്ള ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഒരു ഗവൺമെന്റിനും ഒരു രാജ്യത്തിനും ഇല്ല. കാലത്തിനും സകലത്തിനും മീതെ, സമയത്തിനും മീതെ അധികാരമുള്ള ദൈവത്തിന് മാത്രം. ഈസ് ബിയോണ്ട് ദ ടൈം എന്ന്. അവൻ സമയത്തിനും കാലത്തിനും അധീനനല്ല. ഈസ് ബിയോണ്ട് ദ ടൈം. പക്ഷേ ഇനി അടുത്തത് ഈ കാര്യങ്ങൾ നടന്നു. ശൂഷൻ രാജധാനിയിൽ ഹാമാൻ മരിക്കുമ്പോൾ ബ്ലൂ ആൻഡ് വൈറ്റ് റേസ് ചെയ്യും. മൊർദെഖായി ഇട്ട ഡ്രസ്സ് ബ്ലൂ ആൻഡ് വൈറ്റ്. ഇവിടെയും സെയിം സ്ഥലമാണ്. അവിടെ പേർഷ്യ, ഇവിടെയും പേർഷ്യ. ഈ സ്ഥലത്ത് ബോംബ് ചെയ്ത് തകർത്ത് കളഞ്ഞപ്പോൾ 40 ദിവസം മോർണിംഗ് വിലാപം നടക്കുക. പക്ഷെ മറുഭാഗത്ത് ഇറാനിൽ തന്നെ കൂട്ടമായിട്ട് ജനം സന്തോഷിക്കുക. ഈ ഒരു ടെറർ റെജീം മരിച്ചതുകൊണ്ട്, തകർന്നതുകൊണ്ട് ബാക്കിയുള്ള ജനം കൂട്ടമായിട്ട് സന്തോഷിക്കുമ്പോൾ അവിടെ 3 ഫ്ലാഗ് ഉയർന്നു. അതിലൊരു ഫ്ലാഗിന്റെ കളർ ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്. ഇസ്രായേലിന്റെ ഫ്ലാഗ് ഒരിക്കലും ഉയരാൻ പറ്റാത്തതാണ്. ഇങ്ങനെയുള്ള ടെറർ രാജ്യങ്ങളിൽ എവിടെങ്കിലും ഇസ്രായേലിന്റെ സിംബലിന്റെ എംബ്ലം എവിടെങ്കിലും കണ്ട അത് അവരെ കൊന്നുകളയും, അവരെ കത്തിച്ചു കളയും. അവർക്കിത് നിലത്തിട്ട് ചവിട്ടാനും കത്തിക്കാനും ഉള്ളൂ. അതുപോലെ ക്രൂര എനിമിറ്റിയ. ഈ ജനം, നല്ല ജനം എങ്ങനെ ഇങ്ങനെ ആയി? ജനമാകാനുള്ളതിന്റെ കാരണം അമാലേക്കിനെ ദൈവം തുടച്ചു കളഞ്ഞു. പക്ഷെ അമാലേക്കിന്റെ പിമ്പിൽ വ്യാപരിച്ചുകൊണ്ടിരുന്ന പൈശാചിക ശക്തിയുടെ മർമ്മം മാറിയിട്ടില്ല. സഭ ജയിക്കണം. പക്ഷേ ഇവിടെ ബ്ലൂ ആൻഡ് വൈറ്റ് ഉയർന്നു. ഇനി 75,000 കാണാം. അവിടെ 75,000 പേരെ കൊന്നു. നമ്മൾ ഗൂഗിളിലോട്ടൊന്ന് അടിച്ചു കൊടുത്ത് നോക്കണം. ഹൗ മെനി മോസ്ക് ആർ ദർ ഇൻ ഇറാൻ? ലിസ്റ്റ് തരുന്നത് 75,000 മോസ്ക് ഇസ് ദർ ഇൻ ഇറാൻ എന്നാണ്. 75,000 ഗൂഗിൾ തരുന്ന റിപ്പോർട്ടാണ്. ആസ് ഓഫ് ലേറ്റ് 2023 റിപ്പോർട്ട് ലൊക്കേറ്റഡ് there were approximately 75,000 total mosques in Iran. Though a senior cleric noted that around 50,000 of these have closed due to significantly declined the attendance. 75,000 ജനത്തെ കൊന്നുകളഞ്ഞു. അമാലേക്കിനെ കൊന്നുകളഞ്ഞു. ഇവർ അമാലേക്കാന്ന് നമ്മൾ പറയല്ല. പക്ഷെ അമാലേക്കിന്റെ മർമ്മം, നമുക്ക് ഒരു മനുഷ്യനോട് യുദ്ധമില്ല. പക്ഷെ ആത്മമണ്ഡലത്തിൽ കിടക്കുന്ന പൈശാചിക ശക്തികൾ പലതിനെയും തിരിക്കുമ്പോൾ ഓർക്കണം, ഇത് പൊളിറ്റിക്കൽ വാർ അല്ല, ഇത് സ്പിരിച്വൽ വാർഫെയർ. ഇസ്രായേലിന്റെ വിഷയം ഹാൻഡിൽ ചെയ്യാൻ മഹാരാജാവ് യെരൂശലേമിൽ വരാതെ ഈ വിഷയം സ്വസ്ഥമാകുന്നില്ല. ഏത് പാർട്ടിക്കാർ ഹാൻഡിൽ ചെയ്താലും, ഏത് ഭരണകർത്താക്കൾ ഹാൻഡിൽ ചെയ്താലും, സഭ ഇത് തിരിച്ചറിഞ്ഞ് ദേശത്ത് വാഴുന്ന മർമ്മങ്ങളെ തകർത്ത് കളഞ്ഞേ പറ്റൂ. എസ്തേർ ഫാസ്റ്റ് ചെയ്തു, സഭയ്ക്ക് നിഴല. മൊർദെഖായും എസ്തേറും യേശുവിന് സഭയ്ക്ക് നിഴല. ഇടിവ് നിൽക്കുക, ഒരു ഡീപ്പായിട്ട് ഇന്റർസെഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. ദേശത്ത് വ്യാപരിക്കുന്ന ശക്തികളെ തുടച്ചു കളയാത്തിടത്തോളം കാലം എന്നും ആ ഇസ്രായേലിന്റെ മക്കൾ മക്കളില്ലാത്തവളായിരുന്നു. ദൈവം പറഞ്ഞത് എസ്തേറും മൊർദെഖായും കൂടെ തുടച്ചു കളഞ്ഞു. ഈ മർമ്മം കിടക്കുക, വാഴ്ചകളെയും അധികാരങ്ങളെയും ഈ മർമ്മ ഭൂമി കിടപ്പുണ്ട്, ഇതിനെ ജയിക്കണം. പക്ഷെ തലയെ കർത്താവ് തകർത്ത് കളഞ്ഞു. ഹാമാനെ തകർത്ത് കളഞ്ഞതുപോലെ തലയെ തകർത്ത് കളഞ്ഞു.
പക്ഷേ 75,000 കിടക്കുക, 75,000 മോസ്കാണ്. ഇവരെല്ലാം എവിടെ പോയി? 50,000 മോസ്കുകൾ മാത്രമേ കാലിയായെന്ന, ജനമില്ലാത്ത. എവിടെ ജനമില്ലാത്തായി പോയി? ഇവിടെ യഹൂദന്മാരായി തീർന്നു. ഇവിടെ യേശുവിന്റെ വെളിച്ചത്തിലേക്ക് വന്നു. ഇറാനിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ, റെവല്യൂഷൻ നടക്കുക, ഒരു വെളിച്ചത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നടക്കുക. ജനം കരയുക. യേശുവിലേക്ക് ഒത്തിരി പേര് വരാൻ തുടങ്ങി, യേശുവിനെ കാണാൻ തുടങ്ങി. പക്ഷേ ഇത് കാണിക്കുന്നത് ഇത്രയും 1, 2, 3 അല്ല, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണിക്കുന്നത് സെയിം സ്ഥലം, സെയിം പ്ലേസ്, സെയിം ഡേറ്റ്, ബ്ലഡ് മൂൺ വരുന്നു, കണക്കുകൾ, ഇതെല്ലാം ബൈബിളിൻ്റെ വാക്കുകൾ ഏത് കാലഘട്ടങ്ങളിലും ജീവിക്കുന്നതാണ്. അത് സഭ തിരിച്ചറിയണം. ഇതാ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത്. കാരണം തലയെ കൊലോസ്യ ലേഖനത്തിൽ യേശു തകർത്ത് കളഞ്ഞു, പരസ്യമായ കാഴ്ചയാക്കി, അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. പക്ഷേ പൗലോസ് സെയിം വേർഡ് പറഞ്ഞേക്കാം. അത് ഏത് വേർഡ്? ഭൂമിയുടെ മീതെ ഉണ്ടാക്കി വെച്ചിരുന്ന ടെറിട്ടോറിയൽ സ്പിരിറ്റിനെ സഭ ജയിക്കണം. ഈ കാലഘട്ടങ്ങളിൽ നമ്മളൊരു സ്പിരിച്വൽ വാർഫെയറിലാണ്, നമ്മൾ ജയിച്ചേ പറ്റും. ഇത്രയും പല ആംഗിളുകളിൽ കൂടെയുള്ള, ചരിത്രങ്ങളിൽ കൂടെ, ജിയോഗ്രാഫിയിൽ കൂടെ, പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ കൂടെ, സ്പിരിച്വൽ കാര്യങ്ങളിൽ കൂടെ, എത്രയധികം രീതികളിലാണ് ദൈവാത്മാവ് നമുക്ക് വചനത്തിൽ കൂടെയൊക്കെ വെളിച്ചം തരുന്നത്. ഇപ്പൊ സഭ ഉണരേണ്ടി എത്ര സമയം അതിക്രമിച്ചു കഴിഞ്ഞു. മണവാളന് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടുകൂടി ഇരിക്കുക. സഭയുടെ നിഴല പാസ്റ്റർ. ഓക്കെ, പാസ്റ്റർ റോയ് മാത്യു, ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധത്തെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടിൽ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. എസ്തേറിൻ്റെ പുസ്തകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം മാത്രമല്ല, അത് ഒരു സ്പിരിച്വൽ വാർഫെയർ ആണെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ സംബന്ധിച്ച സംശയങ്ങൾ ഉണ്ടായേക്കാം, ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദ്യങ്ങൾ അയയ്ക്കുക. അധികം വൈകാതെ തന്നെ പാസ്റ്റർ റോയ് മാത്യു ആ ചോദ്യങ്ങൾക്ക് മറുപടികൾ നൽകുന്നതായിരിക്കും. കാത്തിരിക്കുക.